ആദ്യം പഠിക്കാനുള്ളത് യൂറിൻ ഫോർമേഷൻ ആണ്. എന്താണ് യൂറിൻ ഫോർമേഷൻ? അപ്പൊ യൂറിൻ ഫോർമേഷൻ, അതെന്താ യൂറിൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് കിഡ്നിയുടെ ഫംഗ്ഷൻ? കിഡ്നിയിലേക്ക് ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ, അതായത് ഫിൽട്ടർ ചെയ്യാനുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ബ്ലഡ് നമ്മുടെ കിഡ്നിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ, കിഡ്നിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ബ്ലഡിന് നമ്മുടെ കിഡ്നിയുടെ ഉള്ളിലുള്ള നെഫ്രോൺസ് നന്നായിട്ട് ഫിൽട്ടർ ചെയ്യും അല്ലെ, നെഫ്രോൺ ഫിൽട്ടർ ചെയ്യുന്നു, എന്നിട്ട് ഫിൽട്ടേർഡ് ബ്ലഡ് തിരിച്ച് കിഡ്നിയിൽ നിന്ന് പോകുന്നു. സോ ഈ വന്ന ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? യൂറിനാണ്. യൂറിൻ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഫിൽട്ടേർഡ് ബ്ലഡ് തിരിച്ച് നമ്മളെ ബോഡി ഫ്ലൂയിഡിലേക്ക് പോവുകയും അതേപോലെ തന്നെ യൂറിൻ എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് എലിമിനേറ്റ് ആവുകയും ചെയ്യുന്നു. സോ കിഡ്നിയുടെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിലുള്ള നൈട്രോജീനസ് വേസ്റ്റിനെ ഒക്കെ എന്ത് ചെയ്യുക, ഫിൽട്ടർ ചെയ്തെടുത്ത് അതിനെ എന്താക്കി മാറ്റുക? യൂറിൻ ആക്കി മാറ്റുക എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് യൂറിൻ ഫോം ചെയ്യുന്നത്? ഒറ്റയടിക്ക് യൂറിൻ ഉണ്ടാക്കാൻ പറ്റുമോ? വരുന്നത് ബ്ലഡ് ആണ്. ആ ബ്ലഡിൽ നിന്നുള്ള എല്ലാ വേസ്റ്റ് പ്രോഡക്ട്സിനെയും കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂറിൻ ആക്കി മാറ്റേണ്ടത്. അപ്പൊ യൂറിൻ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോസസ്സുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നടക്കുന്നത് ഒരു കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓർഡറിലായിരിക്കും. അതായത് പ്രധാനമായിട്ടും 3 പ്രോസസ്സുകളാണ് യൂറിൻ ഫോർമേഷനിൽ വരുന്നത്. എത്ര പ്രോസസ്സാണ്? 3 പ്രോസസ്സുകളാണ് യൂറിൻ ഫോർമേഷനിൽ വരുന്നത്. അതിൽ ഒന്നാമത്തതാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഒന്നാമത്തത് എന്താണ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഫസ്റ്റ് വൺ ഇസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. രണ്ടാമത്തത് എന്താണ്? ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. ആൻഡ് തേർഡ് വൺ ഇസ് ട്യൂബുലാർ സെക്രീഷൻ. മൂന്നാമത്തത് എന്താണ്? ട്യൂബുലാർ സെക്രീഷൻ. സോ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ഉണ്ട്, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ഉണ്ട്, ട്യൂബുലാർ സെക്രീഷൻ ഉണ്ട്. ഓക്കെ, എന്താ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതിന്റെ മുന്നേ പറഞ്ഞുതരാം. അതായത് നമ്മളെ ബ്ലഡിന്റെ പ്ലാസ്മയിലുള്ള വാട്ടറും അധിക സൊല്യൂട്ടും ഒക്കെ നമ്മളെ ഗ്ലോമറുലാർ ക്യാപ്സ്യൂളിന്റെ അകത്തേക്ക് കയറുന്നതിനെയാണ് നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മളെ ബ്ലഡിൽ വാട്ടർ ഉണ്ട്, നമ്മുടെ ബ്ലഡിൽ കുറെ സൊല്യൂട്ട്സ് ഉണ്ട് അല്ലെ, ഇലക്ട്രോലൈറ്റ്സ്, ന്യൂട്രിയൻസ്, മിനറൽസ്, വൈറ്റമിൻസ് എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ബ്ലഡിന്റെ പ്ലാസ്മയിലാണുള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാര് ഗ്ലോമറുലസിന്റെ ഉള്ളില്, ആ ക്യാപ്സ്യൂളിന്റെ ഉള്ളിലേക്ക് വരുന്നതിനെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയാം. രണ്ടാമത്തതാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. എന്താണത്? അതായത് നമ്മുടെ ശരീരത്തിൽ ഉപകാരമായിട്ടുള്ള ഇഷ്ടംപോലെ സാധനം ഈ ബ്ലഡിൽ ഉണ്ടാവില്ലേ? അതായത് നമ്മളെ എന്താ പറയാ, ഗ്ലോമറുലസ് ഇങ്ങനെ ഫിൽട്ടർ ചെയ്യുന്ന ബ്ലഡില് ധാരാളം യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സൊല്യൂട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ ശരീരത്തിലുള്ള എല്ലാ ജലവും നഷ്ടപ്പെടാൻ പറ്റുമോ? നമ്മളെ എന്താ പറയാ, യൂറിനിലൂടെ ശരീരത്തിലുള്ള എല്ലാ വാട്ടർ കമ്പണന്റും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഒക്കെ വരും, ഭയങ്കര സീനാവൂലേ? സോ ഒരു 99% നമ്മൾ വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യും. അതായത് ബ്ലഡിലേക്ക് തന്നെ തിരിച്ച് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും. അതിനെയാണ് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ എന്ന് പറയാം. അതായത് ഫിൽട്ടർ ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടിയ ഫിൽട്രേറ്റിലുള്ള 99% വാട്ടറും യൂസ്ഫുൾ ആയിട്ടുള്ള സൊല്യൂട്ട്സിനെയൊക്കെ നമ്മൾ തിരിച്ച് ബ്ലഡിലേക്ക് കൊണ്ടുവരിക. അതാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. അടുത്തതാണ് ട്യൂബുലാർ സെക്രീഷൻ. എന്താ ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറഞ്ഞാല്, നമുക്ക് ആവശ്യമില്ലാത്ത ചില സാധനമൊക്കെ ബ്ലഡിലുണ്ടല്ലേ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫിൽട്രേറ്റിലേക്ക് കൊടുക്കും. അതായത് ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഇതൊക്കെ നിങ്ങൾ എടുത്തോ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ നമ്മളെ റീനൽ ട്യൂബ്യൂളും ഡക്റ്റിലുള്ള സെൽസും ഒക്കെ എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ഡ്രഗ്സ്, കൂടുതലായിട്ടുള്ള അയോൺസ് ഒക്കെ ഒരു പരിധിക്ക് മതി. H+ഉം K+ ഒക്കെ കൂടി കഴിഞ്ഞാൽ നമുക്ക് കുറെ പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ കൂടുതലായിട്ടുള്ള അയോൺസ് ഇതിനെയൊക്കെ തിരിച്ച് ഫ്ലൂയിഡിലേക്ക് തന്നെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം 1 ഫിൽട്രേഷൻ ആണ്, അതായത് ഫിൽട്ടർ ചെയ്യുക. 2 ആവശ്യമുള്ളതിനെയൊക്കെ തിരിച്ച് ബ്ലഡിലേക്ക് വലിച്ചെടുക്കുക. 3 ആവശ്യമില്ലാത്തതൊക്കെ ബ്ലഡിൽ നിന്ന് കൊടുക്കുക. ഇതാണ് നമ്മുടെ യൂറിൻ ഫോർമേഷനുള്ള 3 സ്റ്റെപ്സ്: ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് ട്യൂബുലാർ സെക്രീഷൻ. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? യൂറിൻ ആണ്. ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ്? നൈട്രോജനസ് വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള യൂറിൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കണം മക്കളെ, യൂറിനറി എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ പ്ലസ് ട്യൂബുലാർ സെക്രീഷൻ മൈനസ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. അതായത് നമ്മുടെ യൂറിനിൽ എന്തൊക്കെ ഉണ്ടാവുക? ഒന്ന് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, അതിലൂടെ ഉണ്ടാവുന്ന പ്രൊഡക്ട്സ് ഉണ്ടാകും. ട്യൂബുലാർ സെക്രീഷൻ, അതിൽ നിന്ന് വന്ന പ്രൊഡക്ട്സ് ഉണ്ടാകും. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ എന്തിനെ മൈനസ് ചെയ്യണം? എന്തിനാണ് നമ്മൾ തിരിച്ച് ബോഡിയിലേക്ക് തന്നെ, ബോഡിയുടെ ബ്ലഡിലേക്ക് തന്നെ കൊടുക്കുന്നത്? ട്യൂബുലാർ റീഅബ്സോർപ്ഷനിൽ ഉണ്ടായ പ്രൊഡക്ട്സിനെയൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കും. ബാക്കിയുള്ളതിനെയൊക്കെ നമ്മൾ കളയും. ഓക്കെ, അതാണ് നമ്മുടെ യൂറിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ,
ഉള്ളില് ചിന്തിച്ചാൽ മനസ്സിലാവൂല എന്നറിയാം. അപ്പൊ നമുക്ക് ഓരോ സ്റ്റെപ്സും വിശദീകരിക്കാനുണ്ട് കേട്ടോ. ഓരോ സ്റ്റെപ്പും നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, സോ ആദ്യത്തേതാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. അപ്പൊ ഇത് പഠിക്കണമെങ്കിൽ നമുക്ക് ഡയഗ്രത്തിന്റെ ഹെൽപ്പോട് കൂടി മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, സോ ഞാൻ ഈ വരച്ചിരിക്കുന്നത് നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂൾ ആണ് കേട്ടോ. ഈ വരച്ചിരിക്കുന്നത് എന്താണ്? ബോമാൻസ് ക്യാപ്സ്യൂൾ. ആൻഡ് ഇവിടെ നമ്മുടെ എന്ത് വരുന്നുണ്ട്? ബ്ലഡ് ക്യാപ്പിലറി വരുന്നുണ്ട്. ഓക്കെ, ബ്ലഡ് ക്യാപ്പിലറി. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ബ്ലഡ് ക്യാപ്പിലറി, അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോമറൂലസിൽ ഉള്ള ക്യാപ്പിലറി. ഗ്ലോമറൂലസ് എന്ന് പറയുന്നത് എന്താ? ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ആണ്. ഒരു കൂട്ടം കാപ്പിലറികളാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോമറൂലസ് എന്ന് പറയുന്നത് അല്ലെ. അതിൽ ഞാൻ ഒരൊറ്റ പോർഷനെ മാത്രമാണ് ഇവിടെ എൻലാർജ് ചെയ്ത് വരച്ചിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മളെ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസിൽ നിന്ന് ഒരൊറ്റ സിംഗിൾ കാപ്പിലറി, അതിനെയാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ മക്കളെ നോക്കിക്കേ, ഈ കാണിച്ചിരിക്കുന്നത് ബോമാൻസ് ക്യാപ്സ്യൂൾ ആണ്. ഇതെന്താണ്? ബോമാൻസ് ക്യാപ്സ്യൂൾ. ദിസ് ഈസ് ബോമാൻസ് ക്യാപ്സ്യൂൾ. ഇത് ബോമാൻസ് ക്യാപ്സ്യൂൾ ആണ്. ബോമാൻസ് ക്യാപ്സ്യൂൾ ആണ്. ആൻഡ് ദിസ് വൺ ഈസ് നമ്മുടെ ഒരൊറ്റ കാപ്പിലറി, അതായത് ഗ്ലോമറൂലസിലുള്ള ഒരൊറ്റ സിംഗിൾ കാപ്പിലറി ആണ് ഈ വരച്ചിരിക്കുന്നത് കേട്ടോ. ഗ്ലോമറൂലസിലുള്ള ഒരൊറ്റ സിംഗിൾ കാപ്പിലറി ആണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ അതായത് നമ്മുടെ കാപ്പിലറിയുടെ ഉള്ളില് നമുക്ക് എന്തുണ്ട്? എൻഡോത്തീലിയൽ സെൽസ് ഉണ്ട്. കാപ്പിലറിയുടെ ഉള്ളിൽ നമുക്ക് എന്തുണ്ട്? എൻഡോത്തീലിയൽ സെൽസ് ഉണ്ട് കേട്ടോ. ഇതെന്താടാ വരാത്തെ? ഓക്കെ, കാപ്പിലറിയുടെ ഉള്ളിൽ നമുക്ക് എൻഡോത്തീലിയൽ സെൽസ് ഉണ്ട്. കണ്ടില്ലേ? ദിസ് ഇസ് ദി എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലാർ കാപ്പിലറി. ദിസ് ഇസ് ദി എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലാർ കാപ്പിലറി. ഓക്കെ, ഓക്കെ, സോ ദിസ് ഇസ് ദി എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലാർ കാപ്പിലറി. എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലാർ, എന്താണെന്ന് ഫുള്ള് എന്താ പറയാ, അക്ഷര പിഴവുകളാണല്ലോ. ഗ്ലോമറുലാർ കാപ്പിലറിയുടെ എൻഡോത്തീലിയം ആണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിന്റെ ഇടയിലുള്ള സ്പേസ് നിങ്ങൾ നോക്കിക്കേ. ഈ സ്പേസ് ഒന്ന് നോക്കിക്കേ. ഇത് നോക്കിക്കേ, ഇത് കണ്ടോ? അതായത് നമ്മുടെ ഗ്ലോമറൂലസിന്റെയും നമ്മളെ ബോമാൻസ് ക്യാപ്സ്യൂളിന്റെയും ഇടയിൽ വരുന്ന ഈ ഒരു ഭാഗം, ഈ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസ്മെന്റ് മെംബ്രെയിൻ. ഇതെന്താണ്? ബേസ്മെന്റ് മെംബ്രെയിൻ. ദിസ് ഈസ് ബേസ്മെന്റ് മെംബ്രെയിൻ. ഓക്കെ, ബേസ്മെന്റ് മെംബ്രെയിൻ. ഇനി മക്കളെ നോക്കിക്കേ, നമ്മളെ ബോമാൻസ് ക്യാപ്സ്യൂളിന്റെ ഈ കാണുന്ന ഭാഗത്ത് അല്ലെ, ഇന്നർ ലൈനിങ്ങില് നമുക്ക് ഇറഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള സെൽസ് കാണാൻ പറ്റും. എന്താണ്? ഇറഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള സെൽസ് കാണാൻ പറ്റും. ഇറഗുലർ ഷേപ്ഡ് സെൽസ്. ഓക്കെ, ഇറഗുലർ ഷേപ്ഡ് സെൽസ് എവിടെയുണ്ട്? നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂളിന്റെ ഇന്നർ ലൈനിങ്ങിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. ആൻഡ് ഈ സെൽസിനെ വിളിക്കുന്ന പേരാണ് പോഡോസൈറ്റ്സ്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? പോഡോസൈറ്റ്സ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പോഡോസൈറ്റ്സ് എന്ന് പറയാ. ആക്ച്വലി പോഡോസൈറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസിനെ കൊണ്ടാണ് കേട്ടോ. അതായത് സ്ക്വാമസ് എപ്പിത്തീലിയത്തിനെ കൊണ്ടാണ് നമ്മുടെ എന്തുണ്ടാക്കിയിട്ടുള്ളത്? പോഡോസൈറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. പോഡോസൈറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബോമാൻസ് ക്യാപ്സ്യൂൾ വരച്ചു. ബോമാൻസ് ക്യാപ്സ്യൂളിന്റെ ഇന്നർ ലൈനിങ്ങിൽ നമുക്ക് സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് കാണാൻ പറ്റും. ഇറഗുലർ ഷേപ്ഡ് സെൽസ് ആണ്, അതാണ് പോഡോസൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മളെ എന്താ പറയാ, ഗ്ലോമറൂലസിലുള്ള ഒരൊറ്റ കാപ്പിലറി വരച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ എൻഡോത്തീലിയൽ സെൽസ് ആണുള്ളത്. ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ ബേസ്മെന്റ് മെംബ്രെയിനും നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ബേസ്മെന്റ് മെംബ്രെയിനും കാണാനായിട്ട് പറ്റും. ഇനി മക്കളെ നോക്കിക്കേ, ഈ കാണുന്ന സ്പേസ് നിങ്ങൾ നോക്കിക്കേ. അതായത് പോഡോസൈറ്റ്സിന്റെ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ഇവിടെ എന്തുണ്ട്? കുഞ്ഞു കുഞ്ഞു സ്പേസുകൾ ഉണ്ട് അല്ലെ. അതായത് ഓരോ പോഡോസൈറ്റിന്റെയും ഇടയിൽ കുഞ്ഞു കുഞ്ഞു വിടവുകളുണ്ട്, സ്പേസുകളുണ്ട്, അല്ലെങ്കിൽ പോറുകളുണ്ട്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫിൽട്രേഷൻ സ്ലിറ്റ്സ്. ഫിൽട്രേഷൻ സ്ലിറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്ലിറ്റ് പോഴ്സ് എന്ന് പറയാം. സ്ലിറ്റ് പോഴ്സ് എന്ന് പറയാം. അപ്പൊ അതെന്താണ്? ഫിൽട്രേഷൻ സ്ലിറ്റ്സ് ആണ്, അല്ലെങ്കിൽ സ്ലിറ്റ് പോഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഓരോ പോഡോസൈറ്റ്സിന്റെയും ബിറ്റ്വീൻ ഇടയിൽ കാണുന്ന സ്പേസ്
പോർ, അതിനെ വിളിക്കുന്ന പേരാണ് ഫിൽട്രേഷൻ സ്ലിറ്റ്സ് അല്ലെങ്കിൽ സ്ലിറ്റ് പോർസ്. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആൻഡ് മക്കളെ, ഈ കാണുന്നത് എന്താ? അതായത് നമ്മളെ ബോമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളില് ഉള്ള ക്യാവിറ്റി അല്ലെങ്കിൽ സ്പേസ്, നമുക്ക് കാണാൻ പറ്റുന്ന അതിന്റെ ഉള്ളിലുള്ള ആ ഒരു സ്ഥലം, അതിനെ വിളിക്കുന്ന പേരാണ് ല്യൂമൻ. ഓക്കെ, ല്യൂമൻ ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ, ല്യൂമൻ ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, ല്യൂമൻ ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ. സെറ്റ് ആയല്ലോ. ഓക്കെ, സോ ഓരോ മിനിറ്റിലും, അതായത് ഓരോ മിനിറ്റിലും ബ്ലഡ് നമ്മുടെ ഗ്ലോമറൂലസിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. അതായത് ഓരോ മിനിറ്റിലും ഏകദേശം 1200 ml ബ്ലഡ് എങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്? നമ്മുടെ ഗ്ലോമറൂലസിലേക്ക് എത്തുന്നുണ്ട്. അതായത് കിഡ്നിയിലേക്ക് എത്തുന്നുണ്ട്. കിഡ്നി എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ എവിടേക്ക് എത്തുന്നുണ്ട്? നമ്മുടെ ഗ്ലോമറൂലസിന്റെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. അതായത് മക്കളെ നോക്കിക്കേ, ഇത് ശരിക്കും എന്ത് ആർട്ടീരിയോൾ ആണ്? എഫറന്റ് ആർട്ടീരിയോൾ ആണ്. അപ്പൊ എഫറന്റ് ആർട്ടീരിയോൾ വഴി ബ്ലഡ് നേരെ ഗ്ലോമറൂലസിന്റെ ഉള്ളിലേക്ക് എത്തും. എന്നിട്ട് ഗ്ലോമറൂലസിൽ നിന്ന് ഫിൽട്രേഷന് ശേഷമുള്ള ബ്ലഡ് ഇഫറന്റ് ആർട്ടീരിയോൾ വഴി എന്ത് ചെയ്യും? പുറത്തേക്ക് കിടക്കുന്നുണ്ട് അല്ലെ. ഇവിടെ അഫറന്റ് ആർട്ടീരിയോളിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. എഫറന്റ് ആർട്ടീരിയോളിന്റെ ഉള്ളിലുള്ള സ്പേസ് വളരെ കൂടുതലായിരിക്കും. പക്ഷെ ഇഫറന്റ് ആർട്ടീരിയോളിന്റെ ഡയമീറ്ററോ വളരെ ചെറുതാണ്. ഇഫറന്റ് ആർട്ടീരിയോളിന്റെ ഡയമീറ്റർ വളരെ ചെറുതാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറഞ്ഞാൽ നല്ല തടിയുണ്ട്, അതിലൂടെ ബ്ലഡ് വരുന്നു. ഇഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറഞ്ഞാൽ വളരെ മെലിഞ്ഞിട്ടാണ് അല്ലെ, അതിലൂടെ ബ്ലഡ് പോകുന്നു. സോ ഈ ഡയമീറ്ററിന്റെ ഡിഫറൻസ് കാരണം നല്ല ഹൈ പ്രഷറിലായിരിക്കും ബ്ലഡ് എങ്ങോട്ടേക്ക് കയറുന്നത്? നമ്മുടെ എഫറന്റ് ആർട്ടീരിയോൾ വഴി ഗ്ലോമറൂലസിലേക്ക് എത്തുന്നത് കേട്ടോ. അതായത് ഈ ബ്ലഡിന്റെ ഫ്ലോ എന്ന് പറയുന്നത് വിത്ത് ഹൈ പ്രഷർ ആയിരിക്കും. പ്രഷർ വളരെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, പ്രഷർ വളരെ വളരെ കൂടുതലായിരിക്കും. അപ്പം ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയാം. എന്ത് പ്രോസസ്സിനെ? ഓരോ മിനിറ്റിലും ഏകദേശം 1200 ml ബ്ലഡ് ഗ്ലോമറൂലസിലേക്ക് എത്തുന്നു. എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതായത് ബ്ലഡ് ഇപ്പം ഈ കാണുന്ന ഗ്ലോമറൂലസിൽ അല്ലെങ്കിൽ നമ്മളെ ആ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസിൽ എത്തും. എത്തിക്കഴിഞ്ഞാൽ ബ്ലഡിന് എന്ത് സംഭവിക്കും? ഫിൽട്രേഷൻ സംഭവിക്കും. എന്ത് സംഭവിക്കും? ഫിൽട്രേഷൻ സംഭവിക്കും. അതായത് ഈ കാപ്പിലറിയുടെ ഉള്ളിലൂടെ ഒഴുകുന്ന ബ്ലഡിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റ്സും, അതായത് പ്ലാസ്മയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റ്സും എന്തൊക്കെ വരും? എല്ലാ കണ്ടന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? വാട്ടർ വരും, ന്യൂട്രിയൻസ് വരും അല്ലെ, വാട്ടർ വരും, ന്യൂട്രിയൻസ് വരും, 90% ഇലക്ട്രോലൈറ്റ്സ് വരും, അതായത് അയോൺസ് വരും. ഓക്കെ, വൈറ്റമിൻസ് വരും, മിനറൽസ് വരും. ഓക്കെ, ആൻഡ് വേസ്റ്റ് വരും. വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് വേസ്റ്റ് ആണ്? യൂറിയ. ഇത്രയും ആൾക്കാര് ഈ കാപ്പിലറിയുടെ ഉള്ളിലൂടെ ഒഴുകുന്ന ബ്ലഡിലുണ്ട്, അല്ലെങ്കിൽ ബ്ലഡിന്റെ പ്ലാസ്മയിലുണ്ട്. ബ്ലഡിന്റെ പ്ലാസ്മയിലുണ്ട്. ഈ മെജോറിറ്റി കണ്ടന്റും നമ്മുടെ ബ്ലഡ് കാപ്പിലറിയിലുള്ള ബ്ലഡിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് എത്തും? നമ്മളെ പോഡോസൈറ്റ്സിന്റെ സ്പേസിലൂടെ, അതായത് ഫിൽട്രേഷൻ സ്ലിറ്റ്സ് അല്ലെങ്കിൽ സ്ലിറ്റ് പോഴ്സിലൂടെ എവിടേക്ക് എത്തുന്നു? ഇറ്റ് റീച്ചസ് ദ ല്യൂമൻ ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ. എന്താണ്? ഇറ്റ് റീച്ചസ് ദ ല്യൂമൻ ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ. കണ്ടില്ലേ? ഇറ്റ് റീച്ചസ് ദ ല്യൂമൻ ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ. അതായത് നമ്മുടെ കാപ്പിലറിയിലൂടെ ഇങ്ങനെ ഹൈ പ്രഷറിൽ ബ്ലഡ് പോവുകയാണ്. ആ സമയത്ത് നമ്മളെ ബ്ലഡ് കാപ്പിലറിയിലൂടെ പോകുന്ന ബ്ലഡിന്റെ പ്ലാസ്മയിലുള്ള മെജോറിറ്റി കണ്ടന്റ്, അതായത് വാട്ടർ, ന്യൂട്രിയൻസ്, 90% ഇലക്ട്രോലൈറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, ഇതൊക്കെ എന്ത് ചെയ്യും? ഫിൽട്ടറായി കാപ്പിലറിക്ക് ഓൾറെഡി എന്തുണ്ട്? കുഞ്ഞു കുഞ്ഞു പോറുണ്ട് അല്ലെ. നമുക്കറിയാം കാപ്പിലറി എന്ന് പറഞ്ഞാൽ ഭയങ്കര മൈന്യൂട്ട് ആണ്, ഇടയിൽ കുഞ്ഞു കുഞ്ഞു പോറുണ്ട്. അതുവഴി നേരെ ബോമാൻസ് ക്യാപ്സ്യൂളില് പോഡോസൈറ്റിന്റെ ഇടയിലുള്ള ഫിൽട്രേഷൻ സ്ലിറ്റ്സ് വഴി നമ്മളെ ബോമാൻസ് ക്യാപ്സ്യൂളിന്റെ ല്യൂമനിലേക്ക് എത്തും. അതായത് ബ്ലഡിൽ നിന്ന് ഫിൽട്രേഷൻ സ്ലിറ്റ്സ് വഴി ബോമാൻസ് ക്യാപ്സ്യൂളിന്റെ ല്യൂമനിലേക്ക് എന്തെത്തുന്നു? ഈ മെജോറിറ്റി കണ്ടന്റ് ഓഫ് പ്ലാസ്മ, അതായത് ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും എത്തുന്നു. പക്ഷെ ഇവിടെ ആരുണ്ടാവുന്നില്ല? പ്രോട്ടീൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, പ്രോട്ടീൻസ് ഉണ്ടാവുന്നില്ല. പ്രോട്ടീൻസ് എന്നൊക്കെ പറയുമ്പോൾ ലാർജ് മോളിക്യൂൾ ആണല്ലേ. ആ ലാർജ് മോളിക്യൂൾസിനൊന്നും ഫിൽട്രേഷൻ സ്ലിറ്റ്സ് വഴിയോ ബ്ലഡ് കാപ്പിലറിയിലെ പോഴ്സ് വഴിയോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇറങ്ങാനായിട്ട് പറ്റില്ല. സോ പ്രോട്ടീനും കാര്യങ്ങളും ഒന്നും ഇവിടെ ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ അങ്ങനെ മെജോറിറ്റി കണ്ടന്റും എവിടെ എത്തി? നമ്മുടെ ല്യൂമനിലെത്തി. ഈ എത്തിയ ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഗ്ലോമറുലാർ
ഫിൽട്രേറ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ബ്ലഡ് കാപ്പിലറിയുടെ ഫ്ലോ ചെയ്യുന്നു. ആ സമയത്ത് ബ്ലഡിന്റെ പ്ലാസ്മയിലുള്ള മെജോറിറ്റി കണ്ടന്റും നമ്മുടെ ഫിൽട്രേഷൻ സ്ലിറ്റ് വഴി ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ ലൂമനിലേക്ക് എത്തുന്നു. എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഫിൽട്രേറ്റ് എന്നാണ്. ഇതാണ് നമുക്ക് ഗ്ലോമറുലാർ ഫിൽട്രേഷനിൽ പഠിക്കാനുള്ളത്. ഇതാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? ഗ്ലോമറുലാർ ഫിൽട്രേഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആയല്ലോ? അപ്പൊ ഇവിടെ എന്തൊക്കെ എത്തിയടാ? വാട്ടർ എത്തി, അയോൺസ് എത്തി, പിന്നെ വേസ്റ്റ് പ്രൊഡക്ട്സ് എത്തി അല്ലെ. ബ്ലഡിലുള്ള ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എവിടേക്ക് എത്തിയിട്ടുണ്ട്? നമ്മുടെ ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ ലൂമനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും 3 മെംബ്രെയിന്റെ ഇടയിലാണ് ഫിൽട്രേഷൻ നടന്നിട്ടുള്ളത് അല്ലെ. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് കാപ്പിലറി, 2 എന്ന് പറയുന്നത് ബേസ്മെന്റ് മെംബ്രെയിൻ അല്ലെ. 2 എന്താണ്? ബേസ്മെന്റ് മെംബ്രെയിൻ. 3 എന്ന് പറയുന്നത് എന്താ? മൂന്നാമത്തത് എന്താ? മൂന്നാമത്തത് നമ്മുടെ സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് അല്ലെങ്കിൽ പോഡോസൈറ്റ്സ്. ഈ 3 മെംബ്രെയിനിലൂടെയും ആണ് എന്ത് നടക്കുന്നത്? ഫിൽട്രേഷൻ നടക്കുന്നത്. ദിസ് ഇസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഇതിനെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയാ. ഓക്കെ ആണല്ലോ? സെറ്റ് ആയല്ലോ? അപ്പൊ മക്കളെ നോക്കിക്കേ, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ബ്ലഡ് എഫറന്റ് ആർട്ടീരിയോൾ വഴി എങ്ങോട്ടേക്ക് എത്തും? ഗ്ലോമറൂലസിലേക്ക് എത്തും. അതായത് എഫറന്റ് ആർട്ടീരിയോൾ വഴി ബ്ലഡ് എങ്ങോട്ടേക്ക് എത്തും? നമ്മുടെ ഗ്ലോമറൂലസിലേക്ക് എത്തും അല്ലെ. ഇവിടെ ബ്ലഡ് പ്രഷർ വളരെ കൂടുതലാണ്. ആ ബ്ലഡ് പ്രഷർ കൂടുതലായത് കൊണ്ട് തന്നെ വാട്ടറും അതേപോലെ കുഞ്ഞു മോളിക്യൂൾസും ഒക്കെ ഫിൽട്ടേർഡ് ആയിട്ട് എങ്ങോട്ടേക്ക് എത്തും? നമ്മളെ ഗ്ലോമറുലാർ ക്യാപ്സ്യൂളിന്റെ ലൂമനിലേക്ക് എത്തും. ഇതിനെയാണ് നമ്മൾ ഫിൽട്രേഷൻ എന്ന് വിളിക്കുക. ഈ പ്രോസസ്സിനെയാണ് ഫിൽട്രേഷൻ എന്ന് വിളിക്കുക. പക്ഷെ ലാർജ് മോളിക്യൂൾസ് ഇല്ലേ, പ്രോട്ടീൻസ് പോലെയുള്ള അതേപോലെ ഫോംഡ് എലമെന്റ്സ്, ഇതിനൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? കാപ്പിലറിയിലൂടെ ഈ അകത്തേക്ക് ഇങ്ങനെ ഊഴ്ന്നിറങ്ങാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, സെറ്റായി. ആൻഡ് ഇവിടെ ഫിൽട്രേഷൻ നടക്കുന്നത് 3 ലെയേഴ്സിന്റെ ഇടയിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഏതൊക്കെയാണ് ഫിൽട്രേഷൻ നടക്കുന്ന 3 ലെയേഴ്സ്? ഒന്ന് ഗ്ലോമറുലാർ കാപ്പിലറിയുടെ എൻഡോത്തീലിയം, പിന്നെ ഒന്ന് ബേസ്മെന്റ് മെംബ്രെയിൻ, മൂന്നാമത്തത് നമ്മുടെ ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ എപ്പിത്തീലിയം. ഇത് 3ന്റെ ഇടയിലൂടെയാണ് എന്ത് നടക്കുന്നത്? ഫിൽട്രേഷൻ നടക്കുന്നത്. അപ്പൊ ഫിൽട്രേഷൻ ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ 3 ലെയേഴ്സ്. സെറ്റ് ആയല്ലോ? ഓക്കെ ഓക്കെടാ മക്കളെ നോക്കിക്കേ, ഇത് എഫറന്റ് ആർട്ടീരിയോൾ, ഇത് ഇഫറന്റ് ആർട്ടീരിയോൾ. എഫറന്റ് ആർട്ടീരിയോളിന്റെ ഡയമീറ്റർ കൂടുതലാണ്, ഇഫറന്റ് ആർട്ടീരിയോളിന്റെ ഡയമീറ്റർ ചെറുതാണ്. അത് ചെറിയ രക്തക്കുഴലാണ്. ഓക്കെ, ഈ ഒരു ഡയമീറ്ററിന്റെ വ്യത്യാസം കാരണം നന്നായിട്ട് ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും. അങ്ങനെ ബ്ലഡ് എവിടേക്ക് എത്തും? ഈ കാണുന്ന നമ്മുടെ ഗ്ലോമറൂലസിലേക്ക് എത്തും. ഗ്ലോമറൂലസ് കഴിഞ്ഞാൽ നമുക്ക് താഴെ തന്നെ എന്തുണ്ട്? നമ്മുടെ ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ എന്താ പറയാ, ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ ലൈനിങ്ങിലായിട്ട് നമുക്ക് പോഡോസൈറ്റ്സ് ഉണ്ട്. അതിന്റെ ഇടയിൽ ഫിൽട്രേഷൻ സ്ലിറ്റ്സ് ഉണ്ട്. അതുവഴി അല്ലെ മെജോറിറ്റി പ്ലാസ്മയിലുള്ള കണ്ടന്റും എവിടേക്ക് എത്തും? നമ്മളെ ഗ്ലോമറൂലസിന്റെ ലൂമനിലേക്ക് എത്തുന്നു. ഓക്കെ, സെറ്റ് ആയല്ലോ? ഓക്കെ, സോ ഇവിടെ പോഡോസൈറ്റ്സും കാപ്പിലറി എൻഡോത്തീലിയം അതൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് ഈ എത്തുന്നത് ആരാ? ഈ ഗ്രീൻ ആരോ മാർക്കിൽ താഴേക്ക് ചാടുന്നത് കണ്ടില്ലേ? അതിനെ നമ്മൾ എന്താ പറയാ? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്നാണ് പറയാ കേട്ടോ. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്നാണ് പറയാ. ഓക്കെ ഇനി മക്കളെ നോക്കിക്കേ, ഫിൽട്ടറബിൾ ബ്ലഡ് കോമ്പണൻസ്, അതായത് ഈ വന്ന ബ്ലഡിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും? വാട്ടർ പറ്റും, നൈട്രോജീനസ് വേസ്റ്റ് അതായത് യൂറിയ പറ്റും, ന്യൂട്രിയൻസ് സോൾട്ട് ഒക്കെ പറ്റും. എന്തൊക്കെ നമുക്ക് ബ്ലഡിലൂടെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നില്ല? ബ്ലഡ് സെൽസ് പറ്റുന്നില്ല, പ്ലേറ്റ്ലെറ്റ്സ് പറ്റുന്നില്ല, പ്ലാസ്മ പ്രോട്ടീൻസ് ഒന്നും നമുക്ക് പറ്റുന്നില്ല. ഇതൊന്നും നമുക്ക് പറ്റൂല. ഓക്കെ, ഇതൊക്കെ ബ്ലഡിലൂടെ വരുന്നുണ്ട്, പക്ഷെ തിരിച്ച് ഇഫറന്റ് ആർട്ടീരിയോൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ തന്നെ പോകുന്നുണ്ട്. ഒരിക്കലും അത് ഫിൽട്രേറ്റിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നില്ല? എത്തുന്നില്ല. അതായത് ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ ലൂമനിലേക്ക് ചില ആൾക്കാർ ഇറങ്ങി വരുന്നില്ലേ? ആ ആൾക്കാരുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ബ്ലഡ് സെൽസോ പ്ലാസ്മ പ്രോട്ടീൻസോ പ്ലേറ്റ്ലെറ്റ്സോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അതൊന്നും തന്നെ ഇല്ല. ഓക്കെ ആണല്ലോ? സെറ്റ് ആയല്ലോ? ഓക്കെ, അപ്പൊ മക്കളെ നോക്കിക്കേ, ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ 1100 മുതൽ 1200 ml ബ്ലഡ്, 1100 മുതൽ 1200 ml ബ്ലഡ് ആണ് എന്ത് ചെയ്യപ്പെടുന്നത്? ഫിൽട്രേഷൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതായത് ഓരോ മിനിറ്റിലും നമ്മളെ കിഡ്നിയിലേക്ക് 1100 മുതൽ 1200 മില്ലി ലിറ്റർ ബ്ലഡ് എത്തുന്നുണ്ട്. ഓക്കെ, എത്തുന്നത് മാത്രമല്ല അവർക്ക് ഫിൽട്രേഷനും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ പറഞ്ഞ 1100 മുതൽ 1200 ml എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/5 ഓഫ് ബ്ലഡ്
pumped by ventricle of heart. By ventricle of heart. By ventricle of heart. And almost all contents of plasma, especially water, nutrients, 90% of ions, vitamins, minerals and urea ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോമൻസ് ക്യാപ്സ്യൂളിന്റെ ലൂമനിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ പ്രോട്ടീൻസ്, ബ്ലഡ് സെൽസ് പോലുള്ളതൊന്നും എത്തുന്നില്ല. ഓക്കെ, എത്തുന്നില്ല. ആൻഡ് എന്താണ് ഗ്ലോമറുലാർ ഫിൽട്രേഷന്റെ മെയിൻ ആയിട്ടുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താ? അതായത് നമ്മളെ ഗ്ലോമറുലാർ കാപ്പിലറിന്റെ ഉള്ളിലേക്ക് ബ്ലഡ് എത്തുന്നത് ഹൈ ബ്ലഡ് പ്രഷറിലാണ് അല്ലെ, ഹൈ പ്രഷറിലാണ്. ഇതിന് കാരണം എന്താണ്? ഡയമീറ്ററിലുള്ള ഡിഫറൻസ്. അതായത് എഫറന്റ് ആർട്ടീരിയോള് നല്ല തടിയുണ്ട്, ഇഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത് എന്താണ്? വളരെ മെലിഞ്ഞിട്ടാണ്, തിന്നാണ്. ഓക്കെ, അതായത് നോക്കിക്കേ, എഫറന്റ് ആർട്ടീരിയോളിന്റെ ഡയമീറ്റർ ഗ്രേറ്റർ ദാൻ ഇഫറന്റ് ആർട്ടീരിയോൾ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അങ്ങനെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എവിടെ ഫോം ചെയ്യും? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എവിടെയാ ഫോം ചെയ്യുന്നത്? ലൂമൻ ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ. ലൂമൻ ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം പഠിക്കാനുണ്ട്. ദാറ്റ് ഇസ് GFR, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്താ മക്കളെ? GFR. വാട്ട് ഈസ് മെന്റ് ബൈ GFR? ഇറ്റ് ഈസ് ദി amount of filtrate formed by kidneys per minute okay, that is 125 ml per minute. That is 180 liter per day. എന്താ മക്കളെ GFR അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്? അതായത് ഓരോ മിനിറ്റിലും നമ്മളെ കിഡ്നിയുടെ ഉള്ളില് ഇങ്ങനെ അരിച്ച് ഉണ്ടാക്കുന്ന ഫിൽട്രേറ്റിന്റെ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് GFR. അതായത് നമ്മളെ ബ്ലഡ് കാപ്പിലറിയുടെ ബ്ലഡ് ഒഴുകുന്നു, ആ ബ്ലഡിലുള്ള മെജോറിറ്റി കോമ്പണൻസിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ബോമാൻസ് ക്യാപ്സ്യൂളിന്റെ ലൂമനിലേക്ക് എത്തിക്കുന്നു. അതിനെയാണ് ഫിൽട്രേറ്റ് എന്ന് പറയാം. അപ്പൊ ഓരോ മിനിറ്റിലും എത്ര ഫിൽട്രേറ്റ് ആണോ ഉണ്ടായത് അതിനെയാണ് നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ മിനിറ്റിലും ഏകദേശം 125 ml ആണ് ഫിൽട്രേറ്റ് ഫോം ചെയ്യുക. അപ്പൊ ഒരു ദിവസം എത്രയായി? 180 ലിറ്റർ ആയി. ഓക്കെ, അതായത് 1100 1200 ബ്ലഡ് ആണ് ഗ്ലോമറുലസിലേക്ക് എത്തുന്നതെങ്കിലും അതിൽ നിന്ന് ഓരോ മിനിറ്റിലും ഉണ്ടാകുന്ന ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞാൽ 125 ml ആണ് കേട്ടോ. അതായത് ഒരു ദിവസം 180 ലിറ്റർ. ഒരു ദിവസം 180 ലിറ്റർ. ഓക്കെ, സെറ്റ് ആയില്ല? ഓക്കെ, അപ്പൊ മക്കളെ ഞാൻ ചോദിക്കട്ടെ, 180 ലിറ്റർ ഫിൽട്രേറ്റ് ഒരു ദിവസം ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു ദിവസം 180 ലിറ്റർ യൂറിൻ ആണോ പാസ് ചെയ്യുന്നത്? നമ്മൾ ഒരു ദിവസം പാസ് ചെയ്യുന്ന യൂറിൻ എന്ന് പറഞ്ഞാൽ 1.5 ലിറ്ററാണ്. 180 1.5 എത്ര ഡിസ്റ്റൻസിലാ? 180 ലിറ്റർ യൂറിൻ നമുക്കൊരു ദിവസം കളയാന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പോസിബിൾ ആണോ? അല്ല, അങ്ങനെ നടക്കുന്നില്ല. വെറും 1.5 ലിറ്റർ മാത്രമേ ഒരു ദിവസം നമ്മുടെ ബോഡിയിൽ നിന്ന് യൂറിൻ പുറത്തേക്ക് പോകുന്നുള്ളൂ. അതെന്തുകൊണ്ടായിരിക്കും? അതെന്തുകൊണ്ടാ? അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ 99% ഫിൽട്രേറ്റിന് നമ്മൾ റീഅബ്സോർബ് ചെയ്യും. ഫിൽട്രേറ്റ് ഇത്ര ഉണ്ടായിട്ട് കാര്യമില്ല. അതായത് 180 ലിറ്റർ ഫിൽട്രേറ്റോ 125 ml ഫിൽട്രേറ്റ് ഒരു മിനിറ്റിലോ ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ ആ ഉള്ള ഫിൽട്രേറ്റിൽ നിന്ന് 99% നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റീഅബ്സോർബ് ചെയ്യും. നമ്മൾ ആ നെഫ്രോണിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് റീഅബ്സോർബ് ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് യൂറിൻ ഫോർമേഷൻ. അതിലെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. ഓക്കെ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. അപ്പൊ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? അതായത് നമ്മളെ റീനൽ ട്യൂബ്യൂളിലാണ് എന്തുള്ളത്? നമ്മളെ ഫിൽട്രേറ്റ് ഉള്ളത് അല്ലെ. ഇവിടെ നിന്ന് നമ്മുടെ ബ്ലഡ് കാപ്പിലറിയിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ മെജോറിറ്റി ആയിട്ടുള്ള, അതായത് 99% ഫിൽട്രേറ്റിനെ എന്ത് ചെയ്യും? റീഅബ്സോർബ് ചെയ്യും. ഓക്കെ, റീഅബ്സോർബ് ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് മക്കൾ ഇതിനെ റീഅബ്സോർപ്ഷൻ എന്ന് വിളിക്കുന്നത്? നമ്മളെ ബ്ലഡിലെ ന്യൂട്രിയൻസ്, മിനറൽസ്, വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഇവരുടെയൊക്കെ അബ്സോർപ്ഷൻ എവിടെ വെച്ച് നടന്നിട്ടുണ്ട്? നമ്മളെ സ്മോൾ ഇൻറ്റസ്റ്റൈനില് ഡൈജഷന്റെ ഭാഗമായിട്ട് വില്ലസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പൊ ഓൾറെഡി അബ്സോർബ് ചെയ്ത ആൾക്കാര് വീണ്ടും ബ്ലഡ് വഴി കിഡ്നിയുടെ ഉള്ളിലേക്ക് എത്തും, എന്നിട്ട് ഫിൽട്രേറ്റ് ആവും.
എന്നിട്ട് ഫിൽട്രേറ്റിൽ നിന്ന് വീണ്ടും അതിനെ നമ്മൾ ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യും. അപ്പൊ രണ്ടാമത്തെ റീഅബ്സോർപ്ഷൻ ആണ് ഈ ആൾക്കാർക്ക് നടക്കുന്നത്. രണ്ടാമത്തെ അബ്സോർപ്ഷൻ ആണ് നമുക്ക് ഈ ആൾക്കാർക്ക് നടക്കുന്നത്. സോ നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? റീഅബ്സോർപ്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെയാ? നമ്മുടെ ബോവ്മാൻസ് ക്യാപ്സ്യൂളിന്റെ ബാക്കി ഭാഗത്തിനെ നമ്മൾ എന്താ വിളിക്കുക? റീനൽ ട്യൂബ്യൂൾ. റീനൽ ട്യൂബ്യൂളിൽ നിന്ന് നമ്മുടെ ബ്ലഡിലേക്ക് അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറിയിലേക്കാണ് 99% ഫിൽട്രേറ്റിനെയും റീഅബ്സോർബ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. 99% ഫിൽട്രേറ്റിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? റീഅബ്സോർബ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ടൊരു ഡയഗ്രാം വരയ്ക്കാം, എന്നാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നെഫ്രോണിന്റെ സ്ട്രക്ചർ നമ്മൾ നല്ല വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. നെഫ്രോണിന്റെ സ്ട്രക്ചർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടില്ലേ? സോ ഈ കാണിച്ചിരിക്കുന്നത് എന്താ? ബോവ്മാൻസ് ക്യാപ്സ്യൂൾ ആണ്. ബോവ്മാൻസ് ക്യാപ്സ്യൂളിന്റെ ബാക്കി കംപ്ലീറ്റ് ഭാഗത്തിനെ നമ്മൾ റീനൽ ട്യൂബ്യൂൾ എന്നാണ് വിളിക്കുക. ബോവ്മാൻസ് ക്യാപ്സ്യൂളിന്റെ തൊട്ടടുത്ത് വരുന്ന ഭാഗം ഏതാടാ? തൊട്ടടുത്ത് വരുന്ന ഭാഗം PCT ആണ് അല്ലെ, PCT ആണ്. ആൻഡ് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ആള് നമ്മൾ എന്താ വിളിക്കുക? ഹെൻലീസ് ലൂപ്പ് എന്നാണ് വിളിക്കുക അല്ലെ. ആൻഡ് ദിസ് വൺ ഇസ് DCT. ഇതെന്താണ്? DCT ആണ്. ദിസ് ഇസ് DCT. അപ്പൊ PCT പ്രോക്സിമൽ കൺവോല്യൂട്ടഡ് ട്യൂബ്യൂൾ ആൻഡ് ദിസ് വൺ ഇസ് DCT ഡിസ്റ്റൽ കൺവോല്യൂട്ടഡ് ട്യൂബ്യൂൾ. ആൻഡ് ഇതെന്താണ്? ഇത് കളക്ടിംഗ് ഡക്റ്റ് ആണ്. ഓക്കെ, ഇതെന്താണ്? കളക്ടിംഗ് ഡക്റ്റ്. ദിസ് വൺ ഇസ് കളക്ടിംഗ് ഡക്റ്റ്. ഇത് കളക്ടിംഗ് ഡക്റ്റ് ആണ് കേട്ടോ. ആൻഡ് ഇതിനെ ഞാൻ എന്താ പറഞ്ഞത്? യു ഷേപ്ഡ് സ്ട്രക്ചർ, ദ ഹെയർ പിൻ ലൂപ്പ് സ്ട്രക്ചർ ഓഫ് റീനൽ ട്യൂബ്യൂൾ ഇസ് കോൾഡ് ആസ് ഹെൻലീസ് ലൂപ്പ് അല്ലെ. ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബ് ആണ് ഈ തന്നിരിക്കുന്നത് ആൻഡ് അസെൻഡിങ് ലിംബ് ആണ് ഈ തന്നിരിക്കുന്നത്. ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബ് അല്ലെ. ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബ് ഇവിടെയുണ്ട് ആൻഡ് അസെൻഡിങ് ലിംബ് ഇവിടെയുണ്ട്. അപ്പൊ ഈ പാർട്സ് ഒക്കെ നിങ്ങൾക്ക് ലേബൽ ചെയ്യാൻ അറിയാലോ. അപ്പൊ അത് അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. അതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. സോ മക്കളെ നോക്കിക്കേ, ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്. ഓക്കെ, സോ ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്ലോമറുലാർ കാപ്പിലറീസ് ആണ് ആൻഡ് ദിസ് വൺ ഇസ് ബോവ്മാൻസ് ക്യാപ്സ്യൂൾ. അങ്ങനെ നമ്മുടെ ഗ്ലോമറുലാർ കാപ്പിലറീസിൽ നിന്ന് ഫിൽട്രേറ്റ് എവിടെ ഫോം ചെയ്യുന്നുണ്ട്? ബോവ്മാൻസ് ക്യാപ്സ്യൂളിന്റെ ല്യൂമനിലേക്ക് ഫോം ചെയ്യുന്നുണ്ട്. ബോവ്മാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് ഈ ഫിൽട്രേറ്റ് നമ്മളെ റീനൽ ട്യൂബ്യൂളിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും. ആ സമയത്ത് റീനൽ ട്യൂബ്യൂളിലുള്ള പല ആൾക്കാരും നേരെ ബ്ലഡിലേക്ക് അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറിയിലേക്ക് കടക്കുന്നു. ഇതിനെയാണ് നമ്മൾ റീഅബ്സോർപ്ഷൻ എന്ന് വിളിക്കാം. സോ എവിടേക്കാണ് കിടക്കുന്നത്? ബ്ലഡ് കാപ്പിലറിയിലേക്കാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു, ബ്ലഡിലേക്കാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. അത് ഏതാടാ? ഇവരെ തൊട്ടടുത്തൊരു ബ്ലഡ് കാപ്പിലറി. ഇഫറന്റ് ആർട്ടീരിയോള് നമ്മളെ റീനൽ ട്യൂബ്യൂളിനെ ഇങ്ങനെ ചുറ്റി പടഞ്ഞു കിടക്കുക. അതായത് ഇഫറന്റ് ആർട്ടീരിയോളിന്റെ ബാക്കി ഭാഗം നമ്മുടെ റീനൽ ട്യൂബ്യൂളിനെ ഇങ്ങനെ ചുറ്റിപ്പടഞ്ഞ് കിടക്കുക. അതിനെ വിളിച്ച പേരാണ് പെരിട്യൂബുലാർ കാപ്പിലറീസ് അല്ലെ. പെരിട്യൂബുലാർ കാപ്പിലറീസ്. ഈ പെരിട്യൂബുലാർ കാപ്പിലറീസിലൂടെ ഫിൽട്ടർ ചെയ്യപ്പെട്ട ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ പെരിട്യൂബുലാർ കാപ്പിലറീസിന്റെ ഉള്ളിലുള്ള ബ്ലഡിലേക്കാണ് ആര് പോകുന്നത്? നമ്മുടെ ഫിൽട്രേറ്റിലുള്ള ബാക്കി റീഅബ്സോർപ്ഷൻ നടക്കേണ്ട ആൾക്കാർ പോകുന്നത്. ഓക്കെ, ബാക്കി റീഅബ്സോർപ്ഷൻ നടക്കേണ്ട ആൾക്കാർ പോകുന്നത്. ഓക്കെ അല്ലെ, സെറ്റ് ആയല്ലോ. അങ്ങനെ നമ്മളെ റീനൽ ട്യൂബ്യൂൾ വഴി ഫിൽട്രേറ്റ് പാസ് ചെയ്യുന്നു. ആ സമയത്ത് ഫിൽട്രേറ്റിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ പെരിട്യൂബുലാർ കാപ്പിലറീസിന്റെ ഉള്ളിലുള്ള ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നു. അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ റീനൽ ട്യൂബ്യൂളിലെ ഓരോ ഭാഗത്ത് വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഒരു റീഅബ്സോർപ്ഷൻ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. സോ ബോവ്മാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് ഫിൽട്രേറ്റ് എങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്? നമ്മളെ PCTയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ. PCTയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ PCTയുടെ ഉള്ളിലുള്ള സെൽസ് ഉണ്ടല്ലോ. PCTയുടെ ഉള്ളിലുള്ള സെൽസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ്. ഓക്കെ, സിമ്പിൾ ക്യൂബോയിഡൽ
എപ്പിത്തീലിയൽ സെൽസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, ബ്രഷ് ബോർഡർ സെൽസ്. ഓക്കെ, ബ്രഷ് ബോർഡർ സെൽസ്. ഇത് എന്തിനു വേണ്ടിയിട്ടാ, റീഅബ്സോർപ്ഷന് വേണ്ടിയിട്ടുള്ള സർഫസ് ഏരിയ കൂട്ടണ്ടേ, നല്ലോണം റീഅബ്സോർപ്ഷൻ നടക്കണ്ടേ. 99% ഫിൽട്രേറ്റിന് നമ്മൾ തിരിച്ചു തന്നെ ഇങ്ങോട്ടേക്ക് ബ്ലഡിലേക്ക് എടുക്കാൻ പോവില്ലേ. സോ ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് സർഫസ് ഏരിയ കൂട്ടണം അല്ലേ. അതിനെ കൊണ്ടാണ് PCTയുടെ ഉള്ളിലുള്ള സെൽസ് എന്ത് സെൽസ് ആവുന്നത്, സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് അല്ലെങ്കിൽ ബ്രഷ് ബോർഡർ സെൽസ് ആവുന്നത്. ഓക്കെ, സെറ്റ് ആയല്ലോ. ഇനി മക്കളെ നോക്കിക്കേ, എന്താണ് സംഭവിക്കുക, നമ്മളെ PCTയിൽ നിന്ന് അല്ലെങ്കിൽ PCTയുടെ ഉള്ളിലുള്ള ഫിൽട്രേറ്റിൽ നിന്ന് ഏകദേശം 70 മുതൽ 80% വരെ വാട്ടർ അല്ലെ, 70 മുതൽ 80% വരെ വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്, അതായത് ഏകദേശം 90% ഇലക്ട്രോലൈറ്റ്സ് എല്ലാം റീഅബ്സോർബ് ചെയ്യപ്പെടുന്നു. ഇതിന്റെ കൂടെ തന്നെ പിന്നെ ആരെയും റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്, നമ്മൾ ന്യൂട്രിയൻസിനെ ഒക്കെ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. അതായത് PCTയിൽ ഇപ്പൊ എന്തെത്തി, ഫിൽട്രേറ്റ് എത്തി. ഈ ഫിൽട്രേറ്റിൽ നിന്ന് 70 മുതൽ 80% വരെ വാട്ടർ, 90% വരെ ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ അയോൺസ്, അതേപോലെ തന്നെ എല്ലാ ന്യൂട്രിയൻസിനെയും നമ്മൾ എന്ത് ചെയ്യും, പെരി ട്യൂബുലാർ കാപ്പിലറീസിന്റെ ഉള്ളിലുള്ള ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, റീഅബ്സോർബ് ചെയ്യുന്നു. ഇതാണ് എവിടെ നടക്കുന്നത്, നമ്മുടെ PCTയിൽ നടക്കുന്നത്. പിന്നെ മക്കളെ നോക്കിക്കേ, ഈ ഭാഗമൊക്കെ ശരിക്കും നമ്മളെ കിഡ്നിയിലെ ഏത് പോർഷനിലാണ് വരുന്നത്, ഇത്രയും എന്താണ്, കോർട്ടെക്സ് ആൻഡ് താഴെ വരുന്നത് എന്താണ്, മെഡുല കേട്ടോ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കേട്ടോ. ദിസ് ഈസ് മെഡുല. ഓക്കെ, അപ്പൊ നമ്മളെ ബോർമാൻസ് ക്യാപ്സ്യൂള്, PCT, DCT ഒക്കെ വരുന്നത് എവിടെയാണ്, കോർട്ടെക്സിലാണ്. ഹെൻലീസ് ലൂപ്പും കളക്റ്റിംഗ് ഡക്റ്റിന്റെ ബാക്കിയൊക്കെ വരുന്നത് എവിടെയാണ്, മെഡുല്ലയിലാണ്. അതുകൂടി നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ PCTയിൽ നിന്ന് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തിരിച്ച് നമ്മുടെ ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെട്ടു. ഇനി ഇങ്ങനെ തന്നെ ഫിൽട്രേറ്റ് അവിടെ നിൽക്കുവോ, സ്റ്റക്കായിട്ട് നിൽക്കുവോ, ഇല്ല. ഫിൽട്രേറ്റ് ഇങ്ങനെ മൂവ് ചെയ്യും അല്ലേ. ഫിൽട്രേറ്റ് മൂവ് ചെയ്ത് എവിടെ എത്തും, നമ്മളെ ഡിസെൻഡിങ് ലിംബിലെത്തും, ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബിലെത്തും. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പെർമിയബിൾ ടു വാട്ടർ ബട്ട് ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്സ്. അതായത് ഇവര് വാട്ടറിനോട് പെർമിയബിലിറ്റി കാണിക്കും, വെള്ളത്തിന് കടത്തിവിടും, പക്ഷെ ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്സ്, അതായത് ഇലക്ട്രോലൈറ്റ്സിനെ കടത്തിവിടുന്നില്ല. അപ്പൊ ഡിസെൻഡിങ് ലിംബിൽ ഫിൽട്രേറ്റ് എത്തുമ്പോൾ ഇവിടെ എന്തിന്റെ മാത്രം റീഅബ്സോർപ്ഷനാണ് നടക്കുക, നടക്കുന്നത്, വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ. ഓക്കെ, വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ. ഇവിടെ എന്തിന്റെ റീഅബ്സോർപ്ഷൻ നടക്കും, വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ. അതായത് ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലിയിൽ നമ്മുടെ ഫിൽട്രേറ്റ് എത്തിയാൽ ഫിൽട്രേറ്റിലുള്ള വാട്ടർ മുഴുവനും എങ്ങോട്ടേക്ക് കയറുന്നുണ്ട്, നമ്മുടെ പുറത്തേക്ക് ഇങ്ങനെ കടക്കുന്നുണ്ട് അല്ലെ. വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഫിൽട്രേറ്റിൽ സൊല്യൂട്ടും സോൾവെന്റും ഉണ്ടാവും അല്ലെ. ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും സോൾവെന്റും ഉണ്ട്. സോൾവെന്റ് വാട്ടർ ആണ്. അപ്പൊ വാട്ടർ മുഴുവനും എന്ത് ചെയ്തു, ഡിസെൻഡിങ് ലിംബിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പൊ അതിന്റെ ഉള്ളിൽ സൊല്യൂട്ട് മാത്രമേ ഉള്ളൂ. സോ കോൺസെൻട്രേഷൻ കൂടുതലാണോ കുറവാണോ, വാട്ടർ ലോസ് ആയിട്ടുണ്ടെങ്കിൽ ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഓക്കെ, കോൺസെൻട്രേഷൻ ഈസ് ഹയർ. കോൺസെൻട്രേഷൻ ഓഫ് ഫിൽട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ കൂടുതലാണ്. അങ്ങനെ ഫിൽട്രേറ്റ് ഡിസെൻഡിങ് ലിംബിലെത്തി, വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ നടന്നു, കോൺസെൻട്രേഷൻ കൂടി. ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക ഫിൽട്രേറ്റ്, ഇല്ല. ഫിൽട്രേറ്റിൽ അതൊന്നും അറിയണ്ട, ഫിൽട്രേറ്റ് വീണ്ടും മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഫിൽട്രേറ്റ് എവിടെ എത്തി, അസെൻഡിങ് ലിംബിലെത്തി. അസെൻഡിങ് ലിംബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്സ് ഓൺലി. ഓക്കെ, അതായത് ഡിസെൻഡിങ് ലിംബിന്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് അസെൻഡിങ് ലിംബിനുള്ളത്. ഇറ്റ് ഈസ് പെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്സ് ഓൺലി. അതായത് അയോൺസിന്റെ റീഅബ്സോർപ്ഷൻ മാത്രമേ അസെൻഡിങ് ലിംബ് സമ്മതിക്കുന്നുള്ളൂ. എന്തിന്റെ റീഅബ്സോർപ്ഷൻ, അയോൺസിന്റെ റീഅബ്സോർപ്ഷൻ. സോ ഇവിടെ നിന്ന് എന്ത് പുറത്തേക്ക് റീഅബ്സോർബ് ആകുന്നു, എന്താണ് ഈ അസെൻഡിങ് ലിംബിൽ നിന്ന് റീഅബ്സോർബ് ആവുന്നത്, അയോൺസ്. ഓക്കെ, അപ്പൊ അയോൺസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മളെ ഫിൽട്രേറ്റിൽ നിന്ന് ലോസ് ആകും. ഓക്കെ, അയോൺസ് ഒക്കെ ഫിൽട്രേറ്റിൽ നിന്ന് ലോസ് ആകും. റീഅബ്സോർപ്ഷൻ ഓഫ് അയോൺസ് ഓൺലി ടേക്സ് പ്ലേസ് ഇൻ ദി അസെൻഡിങ് ലിംബ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഫിൽട്രേറ്റിലുള്ള സൊല്യൂട്ട് ആയിട്ടിരിക്കുന്ന അയോൺസ് മുഴുവനും പോയാൽ കോൺസെൻട്രേഷൻ കൂടുവോ കുറയോ? കോൺസെൻട്രേഷൻ കൂടണമെങ്കിൽ സൊല്യൂട്ട് കൂടണം. പക്ഷെ ഇവിടെ സൊല്യൂട്ട് കുറവാണ്, എല്ലാം നഷ്ടപ്പെട്ടു. സോ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കുറയുന്നു. സോറി, കോൺസെൻട്രേഷൻ കൂടണമെങ്കിൽ എന്ത് കൂടണം, ഫിൽട്രേറ്റ് കൂടണം. ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടണമെങ്കിൽ അയോൺസ് കൂടണം.
പക്ഷെ ഇവിടെ അയോൺസ് മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ. സോ കോൺസെൻട്രേഷൻ എന്താ സംഭവിക്കുക? കോൺസെൻട്രേഷൻ കുറയും. സോ ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കുറയുന്നു. കോൺസെൻട്രേഷൻ ഡിക്രീസസ്. കോൺസെൻട്രേഷൻ ഓഫ് ഫിൽട്രേറ്റ് ഡിക്രീസസ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ഫിൽട്രേറ്റ് ഡിക്രീസസ്. സെറ്റ് ആയല്ലോ? ഓക്കെ. എടാ മക്കളെ, ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ആക്ച്വലി അയോൺസ് മുഴുവനും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ. ഈ സ്ഥലത്തിനെ നമ്മൾ എന്താ വിളിക്കുക? അതായത് ഈ സ്ഥലത്തിനെ മെഡുല്ലയിലുള്ള നമ്മളെ റീനൽ ട്യൂബ്യൂളിന്റെയും പെരിട്യൂബുലർ കാപ്പിലറീസിന്റെയും ഒക്കെ ഇടയിൽ വരുന്ന സ്പേസ് ഇല്ലേ, ആ സ്പേസിനെ നമ്മൾ എന്താ വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് ആസ് മെഡുല്ലറി ഇന്റർസ്റ്റീഷ്യം. ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? മെഡുല്ലറി ഇന്റർസ്റ്റീഷ്യം. ഓക്കെ, മെഡുല്ലറി ഇന്റർസ്റ്റീഷ്യം. ശരിക്കും അയോൺസ് മുഴുവൻ ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ട്? ഫിൽട്രേറ്റിൽ നിന്ന് മെഡുല്ലറി ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ. മെഡുല്ലറി ഇന്റർസ്റ്റീഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ അപ്പൊ എന്താ സംഭവിക്കുക? എല്ലാ സൊല്യൂട്ടിനെയും മെഡുല്ലറി ഇന്റർസ്റ്റീഷ്യത്തിന് കിട്ടി. അപ്പൊ അവരുടെ കോൺസെൻട്രേഷൻ കൂടും. പക്ഷെ ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കുറയും. സോ ഇവിടെ മെഡുല്ലറി ഇന്റർസ്റ്റീഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ നന്നായിട്ട് കൂടി. ഇവിടെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ മറ്റൊരു കാരണം എന്താണെന്നറിയോ? നമ്മളെ കളക്ടിംഗ് ഡക്റ്റ് ഇല്ലേ, കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് ഒരാൾ കൂടി മെഡുല്ലറി ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതാണ് യൂറിയ. അതാരാണ്? യൂറിയ. യൂറിയയും സൊല്യൂട്ട് അല്ലേ. അപ്പൊ സൊല്യൂട്ട് മുഴുവൻ ഇപ്പൊ എവിടെ എത്തി? മെഡുല്ലറി ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് എത്തി. സോ അതിന്റെ കോൺസെൻട്രേഷൻ നന്നായിട്ട് കൂടും. ഓക്കെ, അപ്പൊ മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. മെഡുല്ലറി ഇന്റർസ്റ്റീഷ്യത്തിൽ കോൺസെൻട്രേഷൻ കൂടിയിട്ടുണ്ട്. അപ്പൊ ഹയർ കോൺസെൻട്രേഷൻ ഉള്ളത് എവിടെയാണ്? നമ്മുടെ മെഡുല്ലറി ഇന്റർസ്റ്റീഷ്യത്തിലാണ്. അപ്പൊ കളക്ടിംഗ് ഡക്റ്റില് വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. കളക്ടിംഗ് ഡക്റ്റിൽ എന്തുണ്ട്? വാട്ടർ ഉണ്ട്. അപ്പൊ വാട്ടർ ഇങ്ങനെ വിചാരിക്കുക, എനിക്കിപ്പോ ഇവിടെ എന്തോ സംഭവിക്കണല്ലോ. എന്താ സംഭവം? ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യണം. സോ ഇവിടെ നിന്ന് വാട്ടർ മോളിക്യൂൾസ് പുറത്തേക്ക് ചാടും. കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസ് പുറത്തേക്ക് ചാടും. കാരണം വാട്ടർ മോളിക്യൂൾസിന് മനസ്സിലായി ലോവർ കോൺസെൻട്രേഷൻ എവിടെയാണുള്ളത്? കളക്ടിംഗ് ഡക്റ്റിന്റെ ഉള്ളിലാണുള്ളത്, ഫിൽട്രേറ്റിലാണുള്ളത്. ഹയർ കോൺസെൻട്രേഷൻ എവിടെയാണുള്ളത്? മെഡുല്ലറി ഇന്റർസ്റ്റീഷ്യത്തിലാണുള്ളത്. സോ വാട്ടറിനെ അറിയാം ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യേണ്ടതെന്ന് അല്ലെ. അപ്പൊ വാട്ടർ മോളിക്യൂൾസ് നേരെ എന്ത് ചെയ്യും? പുറത്തേക്ക് ചാടുന്നു. ഓക്കെ, പുറത്തേക്ക് ചാടുന്നു. സെറ്റ് ആയല്ലോ? ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ DCT. DCTയിൽ വെച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത്? DCT എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ നടത്തുന്ന ആളാ. കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡെയിലി ചോറ് തിന്നണം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഡെയിലി ചോറ് തിന്നണം. വീട്ടിൽ ഓൾറെഡി ഒരു ചാക്ക് അരി ഉണ്ട്. ഓക്കെ, എന്ന് വെച്ചിട്ട് നിങ്ങൾ കടയിൽ പോകുമ്പോഴൊക്കെ അരി കാണുന്നു. അപ്പോഴൊക്കെ നിങ്ങൾ അരി വാങ്ങിക്കൊണ്ടേ ഇരിക്കുമോ? അല്ലെങ്കിൽ അരി കഴിഞ്ഞാൽ മാത്രമേ വീട്ടിലേക്ക് അരി വാങ്ങുള്ളൂ? നമ്മൾ എപ്പോഴാണോ നമ്മൾ വാങ്ങിച്ചു വെച്ച സാധനം ഉപയോഗിച്ച് തീരുന്നത് ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക? പോയിട്ട് വീണ്ടും സാധനങ്ങൾ വാങ്ങുക അല്ലെ. അത് കണ്ടീഷണൽ ആണ്. അപ്പൊ ഇവിടെ എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് മാത്രം റീഅബ്സോർപ്ഷൻ നടത്തുന്ന ആളാണ് നമ്മുടെ DCT. അതാണ് കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മള് സമ്മർ സീസൺ, ഭയങ്കര ചൂടുകാലം, അപ്പൊ ശരീരത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഭയങ്കര ചൂടുകാലാണ്, ശരീരത്തിൽ നിന്ന് വിയർപ്പിന്റെ രൂപത്തിലും ഒക്കെ നന്നായിട്ട് വാട്ടർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ബോഡിയിൽ വെള്ളം കുറഞ്ഞു. ആ സമയത്ത് നമുക്ക് DCTയിൽ നിന്ന് എന്ത് വേണം? റീഅബ്സോർപ്ഷൻ നടത്തിയേ പറ്റൂ അല്ലെ. അപ്പൊ പ്രത്യേക സാഹചര്യങ്ങളിൽ, അതായത് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ റീഅബ്സോർപ്ഷൻ ചെയ്യുന്ന ആളാണ് DCT. ദാറ്റ് ഇസ് കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ. എന്തൊക്കെയാ DCT റീഅബ്സോർബ് ചെയ്യുന്നത്? ഒന്ന് അയോൺസിനെ അല്ലെ, സോഡിയം പോലെയുള്ള അയോൺസിനെ. പിന്നെന്താണ്? വാട്ടർ അല്ലെ, വാട്ടറിനെ. ആൻഡ് കാർബണേറ്റ്സ് അല്ലെ, ഇതിനൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ DCT റീഅബ്സോർബ് ചെയ്യും. അതായത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ ഒന്ന് വാട്ടർ, പിന്നെ ഒന്ന് ഇലക്ട്രോലൈറ്റ്സ്. Na+ഉം HCO3- ഒക്കെ എന്ത്? അയോൺസ് ആണ്, ഇലക്ട്രോലൈറ്റ്സ് ആണ്. അതിനെയും വാട്ടറിനെയും ഒക്കെ ആര് കണ്ടീഷണലി റീഅബ്സോർബ് ചെയ്യും? DCT കണ്ടീഷണലി റീഅബ്സോർബ് ചെയ്യും. ഓക്കെ, സെറ്റ് ആയല്ലോ? അപ്പൊ ഇതാണ് നമ്മളെ റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ പറയാനുള്ളത്? റീഅബ്സോർപ്ഷനിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഏകദേശം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടടാ. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. നമ്മളെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ എന്ന് പറയുന്നത് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ ആണ്. അതായത് നമ്മളെ റീനൽ ട്യൂബ്യൂളിന്റെ പല ഭാഗങ്ങളിൽ വെച്ചിട്ടും നമ്മളെ ഫിൽട്രേറ്റിലുള്ള 99% എന്താ പറയാ കോമ്പണന്റുകളെ നമ്മൾ തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്തെടുക്കുന്നു, തിരിച്ച് ആഗിരണം ചെയ്തെടുക്കുന്നു. ഓക്കെ, സോ നമ്മളെ ബോമാൻസ് കാപ്സ്യൂളിന്റെ ലൂമനിൽ എന്ത് എത്തിയിട്ടുണ്ട്? നേരത്തെ ഫിൽട്രേറ്റ് എത്തിയിട്ടുണ്ട്. ഈ ഫിൽട്രേറ്റ് ആദ്യം PCTയിലേക്ക് എത്തും. PCTയിൽ ഉള്ളത്
സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് അല്ലെങ്കിൽ ബ്രഷ് ബോർഡർ സെൽസ് ആണ്. PCT എന്താ ചെയ്യാന്ന് വെച്ചാൽ റീഅബ്സോർപ്ഷൻ ചെയ്യും. അതായത് 70 മുതൽ 80% വാട്ടർ, 90% ഇലക്ട്രോലൈറ്റ്സ്, എല്ലാ ന്യൂട്രിയൻസിനെയും മുഴുവനും PCT എങ്ങോട്ടേക്ക് റീഅബ്സോർബ് ചെയ്ത് കൊടുക്കും? PCTയിൽ നിന്ന് നമ്മളെ പെരി ട്യൂബുലാർ കാപ്പിലറീസിന്റെ ഉള്ളിലുള്ള ബ്ലഡിലേക്ക് റീഅബ്സോർപ്ഷൻ നടക്കും. ഇനി PCTയിൽ നിന്ന് ഈ ഫിൽട്രേറ്റ് നേരെ എങ്ങോട്ടേക്ക് എത്തുന്നത്? നമ്മുടെ ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബിൽ എത്തും. ഡിസെൻഡിങ് ലിംബ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പെർമിയബിൾ ടു വാട്ടർ, വെള്ളത്തിന് മാത്രമേ കടത്തി വിടുള്ളൂ. ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്സ്. അങ്ങനെ ഡിസെൻഡിങ് ലിംബിൽ വെച്ചിട്ട് വാട്ടർ മോളിക്യൂൾസ് മുഴുവനും പുറത്തേക്ക് പോകും. അപ്പം ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ നന്നായിട്ട് കൂടും. ഇനി ഡിസെൻഡിങ് ലിംബിൽ നിന്ന് ഫിൽട്രേറ്റ് അസെൻഡിങ് ലിംബിലേക്ക് എത്തും. അസെൻഡിങ് ലിംബ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ഇംപെർമിയബിൾ ടു വാട്ടർ. അപ്പൊ അവരെന്തിനെ മാത്രമേ കടത്തി വിടുന്നുള്ളൂ? അയോൺസിനെ മാത്രമേ കടത്തി വിടുന്നുള്ളൂ. അങ്ങനെ അയോൺസ് ഒക്കെ പുറത്തേക്ക് ചാടും. ഓക്കെ, അപ്പൊ സൊല്യൂട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കോൺസെൻട്രേഷൻ എന്ത് സംഭവിച്ചു? കുറഞ്ഞു. സോ അവിടെ കോൺസെൻട്രേഷൻ ഓഫ് ദ ഫിൽട്രേറ്റ് റെഡ്യൂസ്ഡ്. പിന്നെ അത് DCTയിലേക്ക് എത്തും. DCTയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സമയത്താണ് റീഅബ്സോർപ്ഷൻ നടത്തുന്നത്. ദാറ്റ് ഇസ് കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ. അയോൺസും വാട്ടറിനെയും ഒക്കെ എന്ത് ചെയ്യും? ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യിപ്പിക്കുന്നത് DCT ആണ്. ഇനി ആ ഫിൽട്രേറ്റ് എത്തുന്നത് കളക്ടിംഗ് ഡക്റ്റിലാണ്. അപ്പൊ കളക്ടിംഗ് ഡക്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് നമ്മളെ മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് യൂറിയ പോയിക്കൊണ്ടിരിക്കും. അറ്റ് ദ സെയിം ടൈം മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിൽ നിന്ന് നമ്മളെ അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ് അവിടെ നിന്ന് അയോൺസും എത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇന്റർസ്റ്റീഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ കൂടൂലേ? ആ സമയത്ത് കളക്ടിംഗ് ഡക്റ്റിലുള്ള വാട്ടർ മോളിക്യൂൾസ് പുറത്തേക്ക് ചാടും. അതായത് ലോവർ കോൺസെൻട്രേഷൻ എവിടെയാണുള്ളത്? കളക്ടിംഗ് ഡക്റ്റിന്റെ ഉള്ളിൽ. ഹയർ കോൺസെൻട്രേഷൻ എവിടെയാണുള്ളത്? ഇന്റർസ്റ്റീഷ്യത്തിൽ. അങ്ങനെ H2O എന്ത് ചെയ്യും? നമ്മുടെ കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് പുറത്തേക്ക് ചാടും. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമ്മൾ യൂറിൻ എന്ത് ചെയ്തു? കോൺസെൻട്രേറ്റഡ് ആയി. കാരണം എന്താ? യൂറിൻ ഇപ്പൊ എവിടെയാണുള്ളത്? കളക്ടിംഗ് ഡക്റ്റിലാണുള്ളത് അല്ലെ? മെജോറിറ്റി വാട്ടറും എന്ത് ചെയ്തു? പുറത്തേക്ക് കടന്നു, പുറത്തേക്ക് ചാടി. സോ യൂറിൻ നന്നായിട്ട് എന്താകും? കോൺസെൻട്രേറ്റഡ് ആകും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആണെന്ന് പറയുന്നത്. യൂറിൻ എപ്പോഴും ഇങ്ങനെ വെറും വെള്ളം പോലെയാണോ നമുക്ക് പോവാറ്? അല്ലല്ലോ. ശരിക്കും അതിൽ എന്തുണ്ട്? കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ് യെല്ലോ കളറിലൊക്കെയാണ് നോർമലായിട്ട് പോവാറല്ലേ? ദാറ്റ് ഇസ് കോൺസെൻട്രേറ്റഡ് യൂറിൻ. നല്ലോണം സൊല്യൂട്ട് കൂടുതലുള്ള യൂറിൻ ആണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് എലിമിനേറ്റ് ആവുന്നത് കേട്ടോ. എലിമിനേറ്റ് ആവുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എടാ, ഇതാണ് യൂറിൻ ഫോർമേഷനിൽ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇത്രയേ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് കേട്ടോ. വളരെ സിമ്പിൾ ആണ്. കഥ പോലെ മനസ്സിലാക്കിയിട്ട് ഇത് പഠിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് ട്യൂബുലാർ സെക്രീഷൻ. അടുത്തത് എന്താണ്? ട്യൂബുലാർ സെക്രീഷൻ. ഇത് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ തന്നെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. എഫറന്റ് ആർട്ടീരിയോൾ ഉണ്ട്, ഇഫറന്റ് ആർട്ടീരിയോൾ ഉണ്ട്. ഗ്ലോമറൂലസിൽ നിന്ന് ബോമൻസ് ക്യാപ്സ്യൂളിന്റെ ലൂമനിലേക്ക് എന്ത് ചെയ്യും? നമ്മളെ എന്താ പറയാ, കോമ്പണൻസ് എത്തും. അതിനെ ഗ്ലോമറുലർ ഫിൽട്രേറ്റ് എന്ന് പറയും. ഗ്ലോമറുലർ ഫിൽട്രേറ്റ് നമ്മളെ റീനൽ ട്യൂബ്യൂളിലേക്ക് പാസ് ചെയ്യും. അതിൽ ആദ്യത്തത് എന്താണ്? ദാറ്റ് ഇസ് PCT, പിന്നെ ഹെൻലീസ് ലൂപ്പ്, പിന്നെ DCT. അവിടെ നിന്ന് ഫിൽട്രേറ്റിൽ നിന്ന് 99% നമ്മൾ എന്താ ചെയ്യുന്നത്? പെരി ട്യൂബുലാർ കാപ്പിലറിന്റെ ഉള്ളിലുള്ള ബ്ലഡിലേക്ക് എന്ത് ചെയ്യും? ഈ പറഞ്ഞ ആൾക്കാരെ, വാട്ടറും ഇലക്ട്രോലൈറ്റ്സിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? റീഅബ്സോർബ് ചെയ്യും കേട്ടോ. ഓക്കെ, സെറ്റ് ആയല്ലോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എത്തിയിട്ടില്ലേ? ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. നോക്കിക്കേ, PCTയിൽ എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസ് 70 മുതൽ 80% വരെ ഇലക്ട്രോലൈറ്റ്സ്, വാട്ടർ എല്ലാം റീഅബ്സോർബ് ചെയ്യപ്പെടുന്നു. ഹെൻലീസ് ലൂപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓസ്മോളാരിറ്റി എന്താ പറയാ, നമ്മളെ മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിന്റെ ഓസ്മോളാരിറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാരാണ്? ഹെൻലീസ് ലൂപ്പാണ്. കാരണം വാട്ടർ മോളിക്യൂൾസ് ചാടുന്നുണ്ട് അല്ലെ? വാട്ടർ മോളിക്യൂൾസ് ചാടിയിട്ടുണ്ട്. കുറെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഓസ്മോളാരിറ്റി കൂടുതലായിരിക്കും. സോ ഹൈ ഓസ്മോളാരിറ്റി എവിടെയുണ്ട്? നമ്മളെ മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലുണ്ട്. കാരണം എന്താ? ഹെൻലീസ് ലൂപ്പിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് ചാടുന്നുണ്ട്. ഓക്കെ, ഡിസെൻഡിങ് ലിംബ് പെർമിയബിൾ ടു വാട്ടർ, പക്ഷെ ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്. ആ സമയത്ത് ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കൂടും. അസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒന്ന് കുറച്ച് റീഅബ്സോർപ്ഷനെ നടക്കുന്നുള്ളൂ. ഇറ്റ് ഇസ് ഇംപെർമിയബിൾ ടു വാട്ടർ ബട്ട് പെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്സ്. സോ ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നന്നായിട്ട് കുറയും. അതായത് കൂടുതൽ ഡൈല്യൂഷനാ സംഭവിക്കുന്നത് അല്ലെ? വാട്ടർ കൂടുതലായിരിക്കും. സോ കോൺസെൻട്രേഷൻ കുറയുന്നു, മോർ ഡൈല്യൂഷൻ ആണ് അവിടെ ഉള്ളത്. ഇനി DCT കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ചെയ്യുന്ന ആളാണ്. സോഡിയം അയോൺസ്, വാട്ടർ, പിന്നെ നമ്മളെ എന്താ പറയാ HCO3- പോലുള്ള അയോൺസിനെയൊക്കെയാണ് ഇവർ റീഅബ്സോർബ് ചെയ്യുക ആവശ്യമുള്ള സമയത്ത്. കളക്ടിംഗ് ഡക്ട് ആണ് ഏറ്റവും കൂടുതൽ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യുന്നത് ആരാണ്? കളക്ടിംഗ് ഡക്ട് ആണ്. അങ്ങനെയാണ് നമ്മളെ യൂറിൻ എന്ത് യൂറിൻ ആകുന്നത്? കോൺസെൻട്രേറ്റഡ് യൂറിൻ ആവുന്നത് കേട്ടോ. ഓക്കെ, അത് മാത്രമല്ല ചെറിയ എമൗണ്ട് യൂറിയ എന്ത് സംഭവിക്കുന്നുണ്ട്? ചെറിയ എമൗണ്ട് യൂറിയക്ക് എന്താ സംഭവിക്കുന്നത്? ചെറിയ എമൗണ്ട് യൂറിയ കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് നമ്മുടെ മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് പോകുന്നുണ്ട്. അത് മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, സെറ്റ് ആയല്ലോ. അതുകൊണ്ട് മാത്രമാണ് വാട്ടർ മോളിക്യൂൾസ്
കളക്ടിങ് ഡക്റ്റിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നത് കേട്ടോ, റീഅബ്സോർപ്ഷൻ സംഭവിക്കുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ട്യൂബുലാർ സെക്രീഷൻ. അടുത്തത് എന്താണ്? ട്യൂബുലാർ സെക്രീഷൻ. അപ്പൊ ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറിൻ ഫോർമേഷനിലെ മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ഇവിടെ എന്താ സംഭവിക്കുക അറിയോ? നമ്മളെ പെരിട്യൂബുലാർ കാപ്പിലറീസിലൂടെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ, പെരിട്യൂബുലാർ കാപ്പിലറീസിലൂടെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ബ്ലഡില് നമുക്ക് ആവശ്യമില്ലാത്ത ചില സാധനങ്ങളുണ്ട്. ആ സാധനങ്ങള് ഈ ഗ്ലോമറൂലസിൽ വെച്ച് ഫിൽട്രേഷൻ നടന്നപ്പം എന്ത് ചെയ്തിട്ടില്ല, അതായത് ഉള്ളിലേക്ക് ഫിൽട്രേറ്റിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയെങ്കിലും പുകച്ച് നമുക്ക് പുറത്ത് ചാടിക്കണം. അതായത് പെരിട്യൂബുലാർ കാപ്പിലറീസിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യും. ആ ബ്ലഡിൽ നമുക്ക് ആവശ്യമില്ലാത്ത ചില അയോൺസും കാര്യങ്ങളും ഉണ്ട്. അതിനെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ തിരിച്ച് നമ്മളെ ഫിൽട്രേറ്റിലേക്ക് കൊടുക്കും. ഓക്കെ, തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഫിൽട്രേറ്റിലേക്ക് കൊടുക്കും. അതാണ് ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറഞ്ഞത്. അതിനെയാണ് നമ്മൾ ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ വീണ്ടും ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് വരച്ചു കാണിച്ചു തരാം. ഓക്കെ മക്കളെ, ഓക്കെ, സോ അറിയാലോ ഇതെന്താടാ മക്കളെ? PCT, this one is DCT, this one is collecting duct, and this one is the descending limb of Henle's loop, and this is ascending limb of Henle's loop. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അറിയാം. ഇനി എന്തൊക്കെയാണ് നമ്മളെ ബ്ലഡിൽ നിന്ന് തിരിച്ച് ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ആവുന്നത്? എന്തൊക്കെ കാര്യങ്ങളെയാണ് നമ്മൾ തിരിച്ച് ബ്ലഡിൽ നിന്ന് ഫിൽട്രേറ്റിലേക്ക് ഒഴിവാക്കി കൊടുക്കുന്നത്? എന്തൊക്കെയാണ്? ആദ്യം നമ്മളെ PCT പറയാം. അപ്പൊ PCTയിൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാലോ, അതായത് PCTയിൽ ഗ്ലൂക്കോസ്, ഓക്കെ, 70 to 80% അയോൺസ്, അതായത് ഇലക്ട്രോലൈറ്റ്സ്, പിന്നെ അമിനോ ആസിഡ്സ്, പിന്നെ ന്യൂട്രിയൻസ്, Na+ പോലെയുള്ള അയോൺസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, പിന്നെ വാട്ടർ. ഇത്രയും ആൾക്കാരുടെ എന്ത് സംഭവിക്കുന്നുണ്ട്? റീഅബ്സോർപ്ഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ. അതിൽ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഉള്ളത് ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ ആണ്. ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ ആണ്, അതായത് എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള റീഅബ്സോർപ്ഷൻ ആണ് ഉള്ളത്. പക്ഷെ വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ പാസീവ് ആണ് കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കുക. വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പാസീവ് റീഅബ്സോർപ്ഷൻ ആണ്, എനർജിയുടെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് സെക്രീഷനിലേക്ക് വരാം. അപ്പൊ സെക്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലഡിൽ നിന്ന് ആവശ്യമില്ലാത്ത ആൾക്കാരെയൊക്കെ നമ്മൾ തിരിച്ച് ഫിൽട്രേറ്റിലേക്ക് കൊടുക്കും. നമ്മൾ PCTയിലേക്ക് കയറുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ H+ അയോൺസ്, K+ അയോൺസ്, അമോണിയ, NH3, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലഡിൽ നിന്ന് തിരിച്ച് ഫിൽട്രേറ്റിലേക്ക് കൊടുക്കുന്നത്. അതായത് PCTയിൽ വെച്ചിട്ട് എന്താ സംഭവിക്കുക? ബ്ലഡിലുള്ള H+, K+, NH3, അമോണിയ ഒക്കെ എന്ത് ചെയ്യുന്നു? ഫിൽട്രേറ്റിലേക്ക് എത്തുന്നു, ബ്ലഡിൽ നിന്ന് ഫിൽട്രേറ്റിലേക്ക് എത്തുന്നു. അപ്പൊ മക്കളെ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ബ്ലഡ് കാപ്പിലറി ടു ഫിൽട്രേറ്റ്, ബ്ലഡ് കാപ്പിലറി ടു ഫിൽട്രേറ്റ് ഇൻ റീനൽ ട്യൂബ്യൂൾ, ബ്ലഡ് കാപ്പിലറി ടു ഫിൽട്രേറ്റ് ഇൻ റീനൽ ട്യൂബ്യൂൾ. ഓക്കെ, അതാണ് നമ്മുടെ ട്യൂബുലർ സെക്രീഷനിൽ സംഭവിക്കുന്നത് കേട്ടോ. അപ്പൊ PCTയിലേക്ക് H+, K+, NH3 ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ DCTയിലേക്കും ഇതേപോലെ തന്നെ എന്തൊക്കെ എത്തുന്നുണ്ട്? H+, K+, NH3, H+, K+, NH3 ഒക്കെ എവിടേക്ക് എത്തുന്നുണ്ട്? നമ്മൾ DCTയിലേക്ക് എത്തുന്നുണ്ട്. കളക്ടിങ് ഡക്റ്റിലേക്ക് എന്തൊക്കെയാണ് എത്തുന്നത്? H+, K+ ഒക്കെ കളക്ടിങ് ഡക്റ്റിലേക്കും എന്ത് ചെയ്യുന്നത്? സെക്രീറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ PCTയിൽ വെച്ച് ബ്ലഡിൽ നിന്നുള്ള H+, K+ ആൻഡ് അമോണിയ എന്ത് ചെയ്യുന്നു? PCTയിലെ ഫിൽട്രേറ്റിലേക്ക് എത്തുന്നു. അതേപോലെ DCTയിലുള്ള ഫിൽട്രേറ്റിലേക്കും സെയിം H+, K+ അമോണിയ എത്തുന്നു. പിന്നെ നമ്മുടെ കളക്ടിങ് ഡക്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ കളക്ടിങ് ഡക്റ്റിൽ യൂറിൻ കളക്ട് ആയിട്ടുണ്ട് അല്ലെ, അതിലേക്ക് H+, K+ ഒക്കെ എത്തുന്നു. അതെന്തിനാണ് ഇത്രയധികം H+ കൂടിയുള്ള പ്രത്യേകത എന്താ? H+ കൂടിയുള്ള പ്രത്യേകത? H+ എന്ന് പറഞ്ഞാല് അസിഡിക് എന്നാണ് അർത്ഥം അല്ലെ. ഇപ്പൊ H+ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡി ഫ്ലൂയിഡിന്റെ അസിഡിറ്റി കൂടും, അതായത് നമ്മുടെ ശരീരത്തിന്റെ അസിഡിറ്റി കൂടും. നമ്മുടെ ബ്ലഡില് മുഴുവനും കുറെ H+ വന്നെന്ന് വിചാരിക്കുക,
അപ്പൊ നമ്മൾ അസിഡിക് ആവൂലേ, ശരീരം ഭയങ്കര അസിഡിക് ആവും. കാരണം രക്തം ഭയങ്കര അസിഡിക് ആയിട്ടാണുള്ളത്, കുറെ H+ ഉണ്ട്. സോ അത്ര H+ വേണ്ട, ആവശ്യത്തിന് മതി. അപ്പൊ അനാവശ്യമായിട്ടുള്ള H+നെ ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ട്യൂബുലർ സെക്രീഷനിലൂടെ ഒഴിവാക്കി വിടുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ട്യൂബുലർ സെക്രീഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ അയോണിക് ആൻഡ് ആസിഡ് ബേസ് ബാലൻസ്. ഓക്കെ, അതായത് നമ്മളെ ബോഡി ഫ്ലൂയിഡിന്റെ അയോണിന്റെയും ആസിഡ് ബേസിന്റെ ഒക്കെ ആ ഒരു ബാലൻസിങ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ട്യൂബുലർ സെക്രീഷൻ വഴിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരൊറ്റ പോയിന്റും കൂടി നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഓർത്തിരുന്നാൽ മതി. അപ്പൊ ട്യൂബുലർ റീഅബ്സോർപ്ഷൻ വരെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. ട്യൂബുലർ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. PCT DCT കളക്ടിംഗ് ഡക്റ്റിൽ വെച്ചിട്ട് H+, K+, അമോണിയ പോലുള്ള ആൾക്കാരുടെയൊക്കെ ട്യൂബുലർ സെക്രീഷൻ നടക്കുന്നുണ്ട്. അതായത് ബ്ലഡിൽ നിന്ന് അവർ നേരെ ഫിൽട്രേറ്റിലേക്ക് ചാടുന്നുണ്ട്. ഇതാണ് ട്യൂബുലർ സെക്രീഷൻ. സെറ്റ് ആയല്ലോ. അപ്പൊ ഈ മൂന്ന് സ്റ്റെപ്പ് മാത്രമേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എവിടെ പഠിക്കാനുള്ളൂ, യൂറിൻ ഫോർമേഷനിൽ പഠിക്കാനുള്ളൂ. അപ്പൊ ട്യൂബുലർ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൈഡ്രജൻ അയോൺസ്, പിന്നെ പൊട്ടാസ്യം, ഇത് കൂടാതെ ക്രിയാറ്റിനിൻ, പിന്നെ നമ്മളെ കുറെ ഡ്രഗ്സ്, ഇതൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്, ബ്ലഡിൽ നിന്ന് ഫിൽട്രേറ്റിലേക്ക് സെക്രീഷൻ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് PCT. PCT എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് pHഉം അയോൺസിന്റെയും ബാലൻസ് നമ്മളെ ബോഡി ഫ്ലൂയിഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഹൈഡ്രജൻ അയോൺസ്, അമോണിയ, പൊട്ടാസ്യം അയോൺസ് ഒക്കെ ബ്ലഡിൽ നിന്ന് ഫിൽട്രേറ്റിലേക്ക് പോകുന്നു. അതേപോലെ HCO3- ഇല്ലേ, കാർബണേറ്റ്സ് ഒക്കെ ബ്ലഡിൽ നിന്ന് ഫിൽട്രേറ്റിലേക്ക് പോകുന്നു. അങ്ങനെ നമുക്ക് അയോണിക് ബാലൻസ് നമ്മളെ ബോഡി ഫ്ലൂയിഡിൽ ചെയ്യാൻ പറ്റുന്നു. DCT എന്ന് പറയുന്നതും എന്തൊക്കെ കാര്യങ്ങൾക്ക് റീഅബ്സോർപ്ഷൻ സംഭവിക്കുന്നുണ്ട്, അതായത് ഒന്ന് HCO3-, അതേപോലെ സെലക്റ്റീവ് സെക്രീഷൻ ഓഫ് ഹൈഡ്രജൻ, പൊട്ടാസ്യം അയോൺസ്, അമോണിയ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമ്മളെ ബ്ലഡിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ ബ്ലഡിന്റെ സോഡിയം പൊട്ടാസ്യം ബാലൻസിങ്, ഇതിന് വേണ്ടിയിട്ടാണ് DCTയിൽ വെച്ചിട്ട് സെലക്റ്റീവ് സെക്രീഷൻ നടക്കുന്നത്. കളക്ടിംഗ് ഡക്ട് ഇത് എന്തിനാ സഹായിക്കുന്നത്, നമ്മളെ ബ്ലഡിന്റെ pHഉം അയോണിക് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയും എന്തിന്റെയൊക്കെ സെക്രീഷൻ നടക്കുന്നുണ്ട്, H+, K+ പോലെയുള്ളതിന്റെയൊക്കെ സെലക്റ്റീവ് സെക്രീഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, സെറ്റ് ആയാലോ മക്കളെ, ഇനി ഇതിലൊന്നും പറയണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇതെന്താണ് ഇത് നമുക്ക് നെഫ്രോണും അതിന്റെ ചുറ്റും ഈ കാണിച്ചിരിക്കുന്നതൊക്കെ എന്താ, പെരിട്യൂബുലർ കാപ്പിലറീസും ഉണ്ട് അല്ലെ. അതിൽ ആദ്യം തന്നെ നമുക്ക് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ കാണിക്കുന്നുണ്ട്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ കേട്ടോ. ഓക്കെ, വാട്ടർ, സോൾട്ട്, ന്യൂട്രിയൻസ്, വേസ്റ്റ് മോളിക്യൂൾസ്, ഇതൊക്കെ ഗ്ലോമറുലസിൽ നിന്ന് നമ്മളെ ഗ്ലോമറുലാർ കാപ്സ്യൂളിന്റെ ഉള്ളിലുള്ള ല്യൂമനിലേക്ക് എന്ത് ചെയ്യുന്നു, ഫിൽട്ടേർഡ് ആകുന്നു. അങ്ങനെ ഫിൽട്ടർ ആയ ആ ഒരു സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇനി നമ്മുടെ റീനൽ ട്യൂബ്യൂളിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യും. അവസാനം അത് കളക്ടിംഗ് ഡക്ട് വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന ബാക്കി സാധനം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയിരിക്കും. അപ്പം റീനൽ ട്യൂബ്യൂളിലൂടെ ഇവരിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒന്ന് ട്യൂബുലർ റീഅബ്സോർപ്ഷൻ. എന്താ ട്യൂബുലർ റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ, റീനൽ ട്യൂബ്യൂളിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഫിൽട്രേറ്റ് ഉണ്ട്. ആ ഫിൽട്രേറ്റിൽ നമുക്ക് ആവശ്യമുള്ള കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ എങ്ങോട്ടേക്ക് ചാടും, ഈ പെരിട്യൂബുലർ കാപ്പിലറീസ് കണ്ടോ നിങ്ങൾ ഇങ്ങനെ അല്ലെ, ഫുള്ള് നെറ്റ്വർക്ക് പോലെ കിടക്കുന്നുണ്ട് അല്ലെ, റീനൽ ട്യൂബ്യൂളിന് ഇങ്ങനെ എന്താ പറയാ ചുറ്റി കിടക്കുന്നുണ്ട്. ആ പെരിട്യൂബുലർ കാപ്പിലറിന്റെ ഉള്ളിലുള്ള ബ്ലഡിലേക്കാണ് നമ്മുടെ ഫിൽട്രേറ്റിൽ നിന്നുള്ള കോമ്പണൻസ് ചാടുന്നത്. ട്യൂബുലർ റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻസ്, സോൾട്ട്, ഇതിന്റെ ഒക്കെ ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ നടക്കും. എവിടെ നിന്നാണ്, PCT, ഹെൻലീസ് ലൂപ്പ്, DCTയിൽ നിന്ന് പെരിട്യൂബുലർ കാപ്പിലറിന്റെ ഉള്ളിലുള്ള വാട്ടറിലേക്ക്, അതില് ബ്ലഡിലേക്ക്. ഇനി എല്ലാ ന്യൂട്രിയൻസിന്റെയും അയോൺസിന്റെ ഒക്കെ റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആണ്, വാട്ടറിന്റെതാണെങ്കിൽ പാസീവ് ആണ്. ഇനി ട്യൂബുലർ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആവശ്യമില്ലാത്ത കുറെ സാധനം ഈ കാണുന്ന പെരിട്യൂബുലർ കാപ്പിലറീസിന്റെ ഉള്ളിൽ ബ്ലഡിലുണ്ട്. ആ ആവശ്യമില്ലാത്തതൊക്കെ എങ്ങോട്ടേക്ക് കയറും, നമ്മളെ റീനൽ ട്യൂബ്യൂളിന്റെ ഉള്ളിലുള്ള ഫിൽട്രേറ്റിലേക്ക് കയറും. അതാണ് ട്യൂബുലർ സെക്രീഷൻ. അത് എന്തൊക്കെ മോളിക്യൂൾസ് വരാം, H+, പിന്നെ ഡ്രഗ്സ് അല്ലെ, പെനിസിലിൻ പോലുള്ള ഡ്രഗ്സ്, ക്രിയാറ്റിന്, പിന്നെന്താണ് HCO3-, K+, അമോണിയ ഒക്കെ വരാം അല്ലെ. ഇതൊക്കെ ആക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ എന്താ പറയാ പെരിട്യൂബുലർ കാപ്പിലറീസിൽ നിന്ന് റീനൽ ട്യൂബ്യൂളിന്റെ ഉള്ളിലേക്ക് ഫിൽട്രേറ്റിലേക്ക് ചാടുന്നുണ്ട്. അങ്ങനെ അവസാനം കളക്ടിംഗ് ഡക്റ്റിൽ എന്ത് കളക്ട് ആകും, യൂറിൻ കളക്ട് ആകും. ആ യൂറിൻ വളരെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. യൂറിനിൽ എന്തൊക്കെയാണുള്ളത്, വാട്ടർ ഉണ്ട്, യൂറിയ ഉണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്, സോൾട്ട് ഉണ്ട്, അമോണിയ ഉണ്ട്, ക്രിയാറ്റിനിൻ ഉണ്ട്. ഇപ്പൊ ഇൻ കേസ് നിങ്ങളോട് ചോദിക്കുക യൂറിനിൽ എന്തൊക്കെയുണ്ട്, യൂറിനിൽ മേജർ ആയിട്ടുള്ളത് വാട്ടർ ആണ്. പിന്നെ എന്താ ഉള്ളത്, യൂറിയ ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, യൂറിക് ആസിഡ് ഉണ്ട്, പിന്നെ സോൾട്ട് ഉണ്ട്, അമോണിയ ഉണ്ട് അല്ലെ, അമോണിയ ഉണ്ട്,
പിന്നെ എന്തുണ്ട്, ക്രിയാറ്റിനിൻ ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മുടെ യൂറിനിലുണ്ട്. അതുകൊണ്ടാണ് യൂറിൻ കോൺസെൻട്രേറ്റഡ് ആണ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി പറയേണ്ടതിലുള്ള VDPP നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വേദാന്ത ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്. അതായത് നമ്മളിപ്പോൾ ഈ എടുത്ത ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്തിട്ട് ഒരു ക്വിസ് നിങ്ങൾക്ക് കിട്ടും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ പെട്ടെന്ന് തന്നെ ആ ലിങ്കിൽ കയറുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ആ ഒരു ഭാഗം പോയിരുന്ന് പഠിച്ച് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്താൽ അതവിടെ സോൾവ് ആയി. സോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സെൽഫ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. സോ ആരും മിസ് ചെയ്യരുത്. ആൻഡ് ലിങ്ക് ഡെഫിനറ്റ് ആയിട്ട് പോയിട്ട് എന്ത് ചെയ്യുക, കയറുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടെലഗ്രാം ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ വേദാന്ത ടെലഗ്രാം ഗ്രൂപ്പ് QR കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വേദാന്തം മലവന്ന് ജസ്റ്റ് ടെലഗ്രാമിൽ അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഗ്രൂപ്പ് കിട്ടും. സോ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വീക്കിലി ക്വിസ്, വീക്കിലി ലൈവ്, അതുപോലെ തന്നെ നമ്മുടെ PDF നോട്ട്സ്, ഡെയിലി ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായാലും ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. സോ പെട്ടെന്ന് തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒരു മടിയും കാണിക്കാതെ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ +1 ബോർഡ് എക്സാം എഴുതാൻ പോകല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ടാറ്റാ.